ഭഗവാന്റെ സന്തത സഹചാരിയായ വിജ്ഞാനിയായ ഉദ്ധവൻ ഭഗവാനോട് വ്യത്യസ്തങ്ങളായ തൻ്റെ സംശയങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെയൊക്കെ മനസ്സിലുള്ള അതേ സംശയം ഭഗവാനോട് ചോദിച്ചു. ഭഗവാനെ, ജീവിതത്തിൽ പല ദുഃഖങ്ങളും വിഷമങ്ങളുമൊക്കെ സഹിക്കുന്നുണ്ട്. പക്ഷേ ആളുകൾ നമ്മെ അപമാനിക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള കുറ്റങ്ങൾ പറയുന്നു. മറ്റേത് വിഷമം വന്നാലും അതിനെയൊക്കെ സ്വീകരിക്കാൻ സജ്ജമാണ്. പക്ഷേ ഈ കുറ്റങ്ങൾ അധികം കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത വേദന മനസ്സിന് അനുഭവപ്പെടുന്നു. വാക്ശരമേറ്റ് പലപ്പോഴും പീഡിതനായി മാറുന്നു. അത്തരം സന്ദർഭങ്ങളിൽ, വിപരീത അനുഭവങ്ങളിൽ എന്തു ചെയ്യണം? ഇതായിരുന്നു ഉദ്ധവൻ്റെ പ്രശ്നം. ഇതായിരുന്നു. ഇത് കേട്ട് ചെറു പുഞ്ചിരിയോടുകൂടി ഭഗവാൻ പറയുകയാണ്, നമ്മളോട് പറയുകയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം. പറയുന്ന ആളുകളുടെ അടുത്ത് പോയി അങ്ങോട്ട് അവരോട് പറയാം, നീ എന്നെ കുറ്റമൊന്നും പറയരുത് കേട്ടോ എന്ന്. അല്ലെങ്കിൽ അങ്ങനെ കുറ്റം പറഞ്ഞാൽ എനിക്ക് വലിയ വിഷമാവും കേട്ടോ എന്ന് പോയി പറഞ്ഞാലോ? സ്വാഭാവികമായും ഉദ്ധവന് തോന്നി ഇത് കാര്യമായി പറഞ്ഞതല്ല. ഭഗവാനെ, അത് സാധ്യമാണോ? അങ്ങനെയൊക്കെ കുറ്റം പറയുന്നവരുടെ അടുത്ത് പോയി പറയാൻ പറ്റുമോ? എത്ര പേരോട് പറയും? എത്ര ആളുകളുടെ വാമൂടിക്കെട്ടാൻ നമുക്ക് പറ്റും? അപ്പം ഭഗവാൻ പറഞ്ഞു, അതന്നെ എനിക്കും പറയാനുള്ളത്. ആളുകളുടെ സ്വഭാവമാണിത്. അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. വളരെ പ്രസിദ്ധനായൊരു രത്നവ്യാപാരിയുണ്ട്. അദ്ദേഹത്തിന് ജീവിതത്തിൽ പലപ്പോഴായി ഉണ്ടായ ചില അനുഭവങ്ങളിൽ നിന്ന് വൈരാഗ്യം പതുക്കെ ഉയർന്നു. ആ വൈരാഗ്യം മൂത്ത് പഴുത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ സർവ്വസമ്പാദ്യവും വിതരണം ചെയ്ത് ഒരു കൗപീനം മാത്രം ഉടുത്ത് ജീവിതത്തിൽ നിന്ന് ഒരു ഭിക്ഷുവായി, സന്യാസിയായി യാത്ര ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് എത്രയുണ്ട് എന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ പോലും പറ്റാത്ത അത്രയേറെ സമ്പത്തിൻ്റെ ഉടമ, സർവസ്വവും സമർപ്പിച്ച് അദ്ദേഹം അങ്ങനെ നടന്നപ്പോൾ ആളുകൾക്ക് അത്ഭുതം. ഇവിടെ 10 രൂപ 20 ആക്കാനും 200 ആക്കാനും അതെത്ര ഇരട്ടിപ്പിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചിരുന്ന സമൂഹത്തിൻ്റെ മുന്നിൽ അത്ഭുതമായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണെങ്കിൽ ആളുകളുടെ അടുത്തൊക്കെ സംസാരിച്ചും തൻ്റെ ആ പരിവ്രജനം ആരംഭിച്ചു. ഒന്നിനോടും ഒട്ടലില്ല, തീവ്ര വൈരാഗി. അദ്ദേഹം അങ്ങനെ ഒരു ദിവസം വൈകുന്നേരങ്ങളിൽ വയലിലൂടെ നടന്നു പോവുകയാണ്. വളരെ ക്ഷീണിതനാണ്. തോന്നി അവിടെ തന്നെ കിടക്കുക. അങ്ങനെ വയലിലെ ആ വരമ്പിൽ തൻ്റെ തലയ്ക്ക് കൈകൊടുത്ത് മഹാവിഷ്ണു കിടക്കുന്നത് പോലെ അങ്ങ് കിടന്നു, ക്ഷീണം മാറട്ടെ. അദ്ദേഹം ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് 2 സ്ത്രീകൾ, അവർ തുണി കഴുകാൻ വേണ്ടി, കുളിക്കാൻ വേണ്ടി പുഴയിലേക്ക്, ആ അടുത്തുള്ള തോട്ടിലേക്ക് നടന്നു പോവുകയാണ്. ഇതിൽ 2 സ്ത്രീകളിൽ ഒരാൾ പെട്ടെന്ന് ഇദ്ദേഹം കിടക്കുന്നത് കണ്ട് അത്യത്ഭുതത്തോടു കൂടി പറഞ്ഞു, മനസ്സിലായോ ഇദ്ദേഹത്തെ? വലിയ ധനികനായിരുന്നു. എന്തൊരു ത്യാഗമാ ചെയ്തതെന്നറിയാമോ? തൻ്റെ സർവ്വസമ്പത്തും സർവ്വസാധാരണക്കാർക്കെല്ലാം വിതരണം ചെയ്ത് ഒന്നുമില്ലാതെ, ഒരൊട്ടലില്ലാതെ വൈരാഗിയായി എത്ര വലിയ ത്യാഗത്തോടു കൂടി ജീവിക്കുകയാണ് അദ്ദേഹമാണിത്. അപ്പം മറ്റ് കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ പറഞ്ഞു, അത്ര വലിയ ത്യാഗിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതെന്താ? ഇപ്പോഴും തലയ്ക്കൊരു താങ്ങ് വേണം എന്നുള്ളൊരു ആലോചനയുണ്ട് എന്ന് പറഞ്ഞു. നോക്കണേ, ഇത് പറയേണ്ട വല്ല കാര്യമുണ്ടോ അവർക്ക്? മനുഷ്യ സഹജമാണ് എന്തെങ്കിലും ഒരു കുറ്റം പറയുക. അതുകൊണ്ട് ത്യാഗമാണെങ്കിൽ ആ കൈ ഇങ്ങനെ തലയ്ക്ക് ഒരു താങ്ങ് കൊടുത്ത് കിടക്കില്ലല്ലോ. അപ്പോൾ ഒരു താങ്ങ് വേണമെന്നൊരാഗ്രഹമുണ്ട്. ഇവരങ്ങ് നടന്നു പോയപ്പോൾ ഇദ്ദേഹം അത് കേട്ടു. ശരിയാണല്ലോ,
മറ്റുള്ളവർ പറയുന്ന വാക്കുകളിൽ വേണമെങ്കിൽ കുറ്റം കേൾക്കാം, പക്ഷെ അദ്ദേഹം അമൃത സമാനമായ ആ വാക്കുകൾ കേട്ട് എന്തിനാ അപ്പോൾ കൈക്കൊരു താങ്, ഈ തലയ്ക്കൊരു താങ്ങ്, ആ കയ്യങ്ങ് മാറ്റി അദ്ദേഹം അങ്ങനെ കിടന്നു. ഇവർ കുളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആദ്യം പറഞ്ഞ സ്ത്രീ പറഞ്ഞു, കണ്ടോ കണ്ടോ, ഇപ്പൊ ത്യാഗം പൂർണ്ണമായില്ലേ, ആ കൈ പോലും ഇതാ അദ്ദേഹം മാറ്റിവെച്ച് ആ തല വെറും ആ വയലിൽ വരമ്പിൽ ഇങ്ങനെ വെച്ച് കിടക്കണത് കണ്ടോ. അപ്പോൾ മറ്റേ സ്ത്രീ പറഞ്ഞു, എന്ത്, ഇപ്പോഴും തന്നെ പറ്റി ആളുകൾ എന്തു പറയുന്നു എന്ന് ചിന്തിച്ച് കിടക്കുക, ഞാനത് പറഞ്ഞപ്പോൾ കൈയെടുത്ത് മാറ്റിയത് കണ്ടില്ലേ എന്ന് പറഞ്ഞു. നോക്കണേ, ഇതാ സ്വഭാവം. ഉദ്ധവ, എങ്ങനെയാ നമുക്ക് മറ്റുള്ളവരുടെ വാക്കുകളെ നിങ്ങൾ ഇങ്ങനെ എന്നെക്കുറിച്ച് പറയൂ എന്നെങ്ങനെ പറയാൻ പറ്റും? ചിലരങ്ങനെയാണ്. അവർ വാക്ഷരങ്ങൾ കൊണ്ട് ഹൃദയഭേദകമായി കർണകഠോരമായി അവർ സംസാരിക്കും. അതവരുടെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെക്കുറിച്ച് ആളുകൾ എന്താ പറയുന്നത് എന്നൊന്നും അന്വേഷിക്കേണ്ട, ഒരൊറ്റ കാര്യം മാത്രം ചെയ്യൂ. അതിന് ഉദ്ധവ, സ്വയം ഉറപ്പോടെ സാമർഥ്യത്തോടുകൂടി മനസ്സിനെ പാകപ്പെടുത്തി ലോകമംഗളം ചെയ്യൂ. ഉദ്ധവ, എന്തിനാ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നേ? ഭഗവാന്റെ ആ വാക്ക് നമുക്ക് നല്ലതാണ്. അമൃതവാണി പോലെ എന്നും എന്നും സ്മരിക്കാൻ പറ്റുന്ന വാക്കാണ്. സ്വയം ഉറപ്പോടെ സാമർഥ്യത്തോടുകൂടി മനസ്സിനെ പാകപ്പെടുത്തി ലോകമംഗളം ചെയ്യൂ. അതുകൊണ്ട് മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുകയേ വേണ്ട. അത് ആളുകളുടെ സ്വഭാവമാണ്. ജീവിതത്തിൽ ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കുക. ഗവൺമെൻറ് ഒക്കെ മൊറട്ടോറിയം പ്രഖ്യാപിക്കില്ലേ? ഇതേപോലെ ജീവിതത്തിൽ മറ്റുള്ളവർ പറയുന്ന വാക്കുകളിൽ ഒരിക്കലും പീഡിതനായി തീരില്ല എന്ന മൊറട്ടോറിയം. ഈ മൊറട്ടോറിയം ഇല്ലെങ്കിൽ ഈ ലോകത്ത്, ഇന്നത്തെ ലോകത്ത് ജീവിക്കാൻ സാധ്യമല്ല. പണ്ടൊരു വ്യക്തി ഒരു കുതിരയെ വാങ്ങി. ആ കുതിര നല്ല കുതിരയായിരുന്നു. കുതിര വെള്ളം കുടിക്കുന്നില്ല. അദ്ദേഹം ഒരു ഡോക്ടറെ കൊണ്ടുവന്നു. ആ മൃഗഡോക്ടറോട് പറഞ്ഞു, ഈ കുതിര വെള്ളം കുടിക്കുന്നില്ല, ഒന്ന് നോക്കൂ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, വെള്ളം കാണിക്കൂ, കാണട്ടെ. അദ്ദേഹം ഉടനെ തൻ്റെ മോട്ടർ ഓണാക്കി. ആ മോട്ടറിൽ നിന്ന്, ആ കുളത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ആ കുതിര നിൽക്കുന്ന അടുത്തൊരു തൊട്ടിയിലേക്ക് ആ വെള്ളം വീണു. കുതിര വെള്ളം കണ്ട് തല താഴ്ത്തി പെട്ടെന്ന് തല വലിച്ചു. കുറച്ചു നേരം ശ്രദ്ധിച്ചപ്പോൾ ഈ ഡോക്ടർക്ക് മനസ്സിലായി, ഈ മോട്ടറിൻ്റെ ശബ്ദം കാരണം കുതിരയ്ക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, അത് ഭയന്നു പോകുന്നു. ഇതിനു മുൻപുണ്ടായിരുന്ന സ്ഥലത്ത് ഇങ്ങനെ ആയിരുന്നില്ല. ഉടനെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ആ മോട്ടർ ഓഫ് ചെയ്യൂ. മോട്ടർ ഓഫ് ചെയ്തു. വെള്ളം ഒഴുകിപ്പോയി, വെള്ളം കുടിക്കാനില്ല. വീണ്ടും മോട്ടർ ഓൺ ചെയ്യൂ. ഓൺ ചെയ്തു. കുതിര വെള്ളം കുടിക്കാൻ തല താഴ്ത്തി പെട്ടെന്ന് തല ഉയർത്തി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കുതിര വെള്ളം കുടിക്കണമെങ്കിൽ, ഈ ലോകത്ത് ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ, ഈ കുതിരയ്ക്ക് മോട്ടറിൻ്റെ ശബ്ദം കേട്ട് പരിശീലനം കൊടുക്കൂ. അല്ലെങ്കിൽ ഒരിക്കലും ആ കുതിര വെള്ളം കുടിക്കില്ല. മോട്ടറിൻ്റെ ശബ്ദം അത് പരിശീലനമായി എടുത്ത് ഇത് മുഴുവൻ കേട്ടിട്ടും വെള്ളം കുടിക്കാൻ പഠിപ്പിക്കൂ, പരിശീലിപ്പിക്കൂ. ഈ മൊറട്ടോറിയം ഇല്ലെങ്കിൽ നിങ്ങളുടെ കുതിര പട്ടിണി കിടന്ന് ദാഹിച്ച് മരണപ്പെടുമെന്ന് ഉറപ്പ്. നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കണം. ഈ മോട്ടറിൻ്റെ ശബ്ദം എങ്ങനെയാണോ കുതിരയ്ക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്തത്, പക്ഷേ അത് പരിശീലിച്ച് നേടിയെടുത്ത് ആ വെള്ളം കുടിക്കാൻ കുതിരയെ എങ്ങനെ പരിശീലിപ്പിക്കണമോ, ഇതുപോലെ അന്യർ പറയുന്ന വാക്കുകൾ കേട്ട് വിഷമിക്കാനാണ് നമ്മളുടെ പദ്ധതിയെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് സാമർഥ്യത്തോടെ മനസ്സിനെ പാകപ്പെടുത്തി ലോകമംഗളം ചെയ്യൂ ഉദ്ധവ എന്ന് ഭഗവാൻ പറയുകയാണ്. ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് അങ്ങനെ ചില കഴിവുകൾ നേടണം. ഈ കഴിവുകൾ നേടിയാലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അതിനെ പറയുന്നൊരു വാക്കുണ്ട്, സെൻസ് ഓഫ് അർജൻസി. ഇന്ന് ലോകത്ത് ജീവിക്കാൻ ആവശ്യമുള്ള ആ സെൻസ് ഉണ്ടല്ലോ, അർജൻറ്റായി ഇപ്പോൾ വേണ്ട ആ സെൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ വാക്ക് മറക്കണ്ട, സെൻസ് ഓഫ് അർജൻസിയാണ്. ഈ ലോകത്ത് ഞാൻ എങ്ങനെ ജീവിക്കും? അതിന് ഒരു പെൺകുട്ടി, അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ പൊന്നോമന, ആ മകളെ അച്ഛനും അമ്മയും കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തി ആ മകൾക്ക് കുട്ടിക്കാലത്ത് എങ്ങനെയോ, ചെറിയ പ്രായത്തിൽ എങ്ങനെയോ അഗ്നി കൊണ്ട്, തീ കൊണ്ട് കൈ കുറച്ച് പൊള്ളി. അതിനുശേഷം ആ കുഞ്ഞിന് തീ കാണുന്നത് പേടിയാണ്, ഭയമാണ്. വിളക്കിൻ്റെ അടുത്ത് പോലും വന്നിരിക്കില്ല.
ക്ഷേത്രത്തിൽ പോകില്ല, അവിടെ തീനാളമുണ്ട് എന്ന് പറഞ്ഞ്. അങ്ങനെ ചെന്നാൽ അകലെ നിന്ന് മാത്രം ഭജിക്കും. എൻ്റെ കുഞ്ഞിന് തീ പേടിയായതുകൊണ്ട് അമ്മയും അച്ഛനും അടുക്കളയിൽ കയറണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അടുക്കളയിൽ കയറാതെ, അഗ്നി കൊളുത്താതെ, അടുപ്പിൻ്റെ അടുത്ത് പോകാതെ ആ കുഞ്ഞ് വളർന്നു. അവൾ പഠിച്ചു, ഉയർന്നു, നല്ല ജോലിയും ലഭിച്ചു, നല്ല വീട്ടിൽ നിന്ന് വിവാഹവും കഴിച്ചു. ഭർതൃഗൃഹത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടാകുമല്ലോ, അടുക്കളയിൽ കയറണ്ടേ. പക്ഷെ അവിടെ ചെന്നപ്പോഴും അവരും പറഞ്ഞു, എൻ്റെ മോൾക്ക് തീ പേടിയാണ് എങ്കിൽ മകൾ അടുക്കളയിൽ കയറണ്ട കേട്ടോ. എന്തൊരു ഭാഗ്യം നോക്കൂ. ഇങ്ങനെ പറയുന്ന അമ്മായി അമ്മയും അമ്മായി അച്ഛനും ഒക്കെ ഉണ്ടെങ്കിൽ എത്ര സൗഭാഗ്യം. ഏതായാലും ആ കുഞ്ഞ് അവിടെയും രക്ഷപ്പെട്ടു. കുറച്ചു കാലം കഴിഞ്ഞു, ആ കുഞ്ഞിന് ഒരു പെൺകുഞ്ഞ് പിറന്നു. ആ കുഞ്ഞിന് ഒരു 6 മാസമൊക്കെ പ്രായമുള്ളപ്പോൾ തൊട്ടിലിൽ കുട്ടിയെ കിടത്തി അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ എങ്ങനെയോ ആ വീട് തീ പിടിച്ച് ഏതാണ്ട് പാതി ഭാഗത്തോളം തീ വിഴുങ്ങിക്കഴിയുന്ന ആ അന്തരീക്ഷത്തിലാണ്. ഓടുകളെല്ലാം പൊട്ടിത്തകരുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഈ പെൺകുട്ടിയും ഭർത്താവും ചാടി എഴുന്നേറ്റ് അഗ്നി ആളുന്ന ആ ഭയമുള്ള പെൺകുട്ടി അവിടെ നിന്ന് ഭർത്താവിനോടൊപ്പം പുറത്ത് എത്ര വേഗത്തിലാണ് പുറത്തേക്ക് കടന്നത്. പക്ഷെ കടന്നപ്പോൾ അവരാലോചിച്ചത്, തൻ്റെ കുഞ്ഞ് അവിടെ തൊട്ടിലിൽ കിടക്കുന്നു. പാതി ഭാഗവും അഗ്നി വിഴുങ്ങിയ ആ വീടിൻ്റെ ഉള്ളിലേക്ക് തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ വേണ്ടി അഗ്നിയെ, തീയെ ഭയമുള്ള പെൺകുട്ടി മറ്റൊന്നും ചിന്തിക്കാതെ ആ അഗ്നിയുടെ ജാതവേദസിൻ്റെ മാറിലേക്ക് ഈ കുഞ്ഞ് അങ്ങ് ചാടിയിറങ്ങി ആ മുറിയിൽ കയറി. ചെറിയ ചെറിയ പരിക്കുകളോടെ ആണെങ്കിലും തൻ്റെ കുഞ്ഞിനെ സംരക്ഷിച്ച് ഭൂരിഭാഗവും കത്തിത്തീരുന്ന ആ വീടിൻ്റെ പുറകിൽ നിന്ന് മുന്നിൽ വന്ന് നിന്ന് ചെറിയ പൊള്ളലൊക്കെ ബാധിച്ചുവെങ്കിലും ആ അഗ്നിയെ നോക്കി ഈ പെൺകുഞ്ഞ് പറഞ്ഞു, ഇതിൻ്റെ പേരാണ് സെൻസ് ഓഫ് അർജൻസി. ഞാൻ ഇപ്പോൾ ചെയ്യേണ്ടത് ഇതാണ്. അത് നാളേക്ക് മാറ്റി വെച്ചാൽ ഞാൻ ഈ ലോകത്ത് ജീവിക്കില്ല. എൻ്റെ കൂടെയുള്ള എൻ്റെ കുഞ്ഞോ, എൻ്റെ ഭാര്യയോ, എൻ്റെ ഭർത്താവോ, എൻ്റെ അമ്മയോ ആരുമാകട്ടെ, ഈ സെൻസ് ഓഫ് അർജൻസി നമുക്കില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. മറ്റുള്ളവർ പറയുന്ന വാക്കുകളിൽ മയങ്ങിപ്പോയി ജീവിതത്തെ, ഉദ്ധവ നീ ഇങ്ങനെ വിഷമിച്ചും സങ്കടപ്പെട്ടും മറ്റുള്ളവർ പറയുന്ന വാക്കുകളെ മനസ്സാൽ സ്വീകരിച്ച് ചുമന്ന് നടന്നാൽ നിനക്കൊരിക്കലും ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ സാധ്യമല്ല എന്ന് ഉദ്ധവനോട് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് എങ്ങനെ ജീവിക്കും? നിന്ദയും പരിഹാസവും ഉണ്ടാകട്ടെ, അപമാനവും ദുഃഖവും ഉണ്ടാകട്ടെ, എന്തും ഉണ്ടാകട്ടെ, ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതെല്ലാം വരട്ടെ ഉദ്ധവ, പക്ഷേ സന്തോഷത്തോടെ ഇതിനെയൊക്കെ സ്വീകരിക്കാൻ പഠിക്കൂ. എപ്പോഴാണോ സന്തോഷത്തോടെ ഇതിനെയൊക്കെ സ്വീകരിക്കാൻ നീ നിനക്ക് ഒരു മൊറട്ടോറിയവും ഒരു സെൻസ് ഓഫ് അർജൻസിയും ഉണ്ടാക്കുന്നത്, അന്ന് ഇതിൽ നിന്ന് നിനക്ക് വിജയിക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ ഉപദേശിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണൻ്റെ ഈ ഉപദേശം വെറുതെ അങ്ങ് പറയുന്നൊരു വാക്കല്ല. ഭഗവാന്റെ ജീവിതം നോക്കൂ, എത്ര പേരാ നിന്ദിച്ചത്. ശ്രീകൃഷ്ണനെ അപമാനിച്ചതുപോലെ, നിന്ദിച്ചതുപോലെ ലോകത്തിൽ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? എത്ര പേരാണ് അപകടപ്പെടുത്താൻ ശ്രമിച്ചത്, വധിക്കാൻ ശ്രമിച്ചത്? അത്തരമൊക്കെ അനുഭവങ്ങളുള്ള ശ്രീകൃഷ്ണന്റെ മുന്നിൽ ദുര്യോധനൻ, ശിശുപാലൻ, സത്രാജിത്ത്, എത്ര പേർ അപമാനിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ പൂപ്പുഞ്ചിരി തൂകി കൃഷ്ണൻ എങ്ങനെ നേരിട്ടു? ഉദ്ധവനോട് പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ തൻ്റെ ജീവിതത്തെ ശ്രീകൃഷ്ണൻ പാകപ്പെടുത്തി എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്. അതറിഞ്ഞത് കൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, സമശത്രൗജ മിത്രേജ തഥാ മാനാപമാനയോ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗവിവർജിത തുല്യനിന്ദ സ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതിഹി. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഭഗവാൻ. അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, ജീവിതത്തിൽ ഒരു കാര്യം ഭഗവാൻ പറയുന്നുവെങ്കിൽ അത് ചെയ്ത് കാണിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ മാതൃകയായ ശ്രീകൃഷ്ണനാണ് ഉദ്ധവനോട് പറയുന്നത്, ഉദ്ധവ ആ കാര്യങ്ങളെയൊക്കെ വിജയിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഏത് പ്രശ്നത്തെയും പരിഹരിക്കാനുള്ള മാർഗം നീ നിന്റെ മനസ്സിനെ പാകപ്പെടുത്തൂ. മനസ്സിനെ പാകപ്പെടുത്തിയാൽ ഏതൊരു പ്രശ്നത്തെയും നിനക്ക് വിജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ ഉദ്ധവന്റെ സംശയങ്ങളാണ്.
എന്ന ചോദ്യങ്ങൾ കേൾക്കുന്നതും കൃഷ്ണൻ ഇഷ്ടം. എന്നോട് ഇങ്ങനെ ചോദിക്കണം എന്നാലേ ഞാൻ ഉത്തരം പറയൂ എന്ന് ഒരിടത്തും ഭഗവാൻ പറഞ്ഞിട്ടില്ല. താൻ പറയുന്ന വാക്കുകളെ വിമർശിച്ചാലും സന്തോഷം, സംശയത്തോടെ ചോദിച്ചാലും സന്തോഷം, അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നേയില്ല എന്ന് പറഞ്ഞാലും സന്തോഷം. ചോദ്യങ്ങൾ കേൾക്കുന്നത് എന്നും എവിടെയും ഇഷ്ടമുള്ള ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞില്ലേ? അർജുനൻ എന്താ പറഞ്ഞേ? ഇതുപോലെ ഗുരുവിനെ വിമർശിക്കുന്ന ഒരു ശിഷ്യൻ, താൻ പറയുന്ന വാക്കുകളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവമേ, അങ്ങയുടെ വാക്കെന്നെ മോഹിപ്പിക്കുകയാണ്, സംശയം തീർക്കുകയല്ല ചെയ്യുന്നത്. ഈ രണ്ടിൽ നിന്ന് ഒന്ന് തെരഞ്ഞെടുത്തു പറ എന്ന് പറഞ്ഞപ്പോൾ അനഘ, ഹേ പാപരഹിത, സൗമ്യ, പ്രിയദർശന എന്നൊക്കെയല്ലേ തൻ്റെ ശിഷ്യനെ വിളിച്ചത്. അതുകൊണ്ട് ചോദ്യം ചോദിച്ചാൽ മുഖം മാറുന്ന ഗുരുനാഥനല്ല ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് ഉദ്ധവന്റെ പ്രശ്നത്തിന് ഉദാഹരണമായി ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കഥയാണ് പ്രസിദ്ധമായ 23-ാമത്തെ അധ്യായമായ ഭിക്ഷുഗീത. ഏതൊരു പ്രശ്നമാണോ ഉദ്ധവൻ ഉന്നയിച്ചത്, ആ പ്രശ്നത്തിന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. ശ്രീകൃഷ്ണന് കഥ പറയാൻ അറിയാം. എവിടെ നിന്നാ കൃഷ്ണൻ ഇത്രയും കഥയൊക്കെ കിട്ടുന്നേ? മഹാഭാരതവും ഭാഗവതവും ഹരിവംശവും ബ്രഹ്മവൈവർത്തകവും ഒക്കെ നമ്മൾ നോക്കിയാൽ ശ്രീകൃഷ്ണൻ എത്ര കഥയാണ് പറയണത്. എവിടുന്ന ഭഗവാൻ ഇത്രയേറെ കഥകളൊക്കെ സ്വീകരിച്ചത്? എവിടുന്ന് കിട്ടി? ചിലപ്പോൾ ഗുരുകുലത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവാം, ചിലപ്പോൾ കുട്ടിക്കാലത്ത് ഗോപാലകന്മാരോടൊപ്പം നടന്നു നീങ്ങിയപ്പോൾ അവിടെയുണ്ടായിരുന്ന വൃദ്ധന്മാരായിട്ടുള്ള ആ ജ്ഞാനവൃദ്ധന്മാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകാം, വയോവൃദ്ധന്മാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകാം, ചിലപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം. ഏതായാലും ശ്രീകൃഷ്ണന് കുറേ കഥകൾ അറിയാം. കഥകളുടെ ഒരു മായാപ്രപഞ്ചമാണ്, നന്ദനോദ്യാനമാണ് ശ്രീകൃഷ്ണൻ. വ്യത്യസ്തമായ നിറഭേദങ്ങളുള്ള പൂക്കളുള്ള ഒരു പൂന്തോട്ടത്തിൽ എങ്ങനെ നമുക്ക് ഭംഗി ആസ്വദിക്കാൻ പറ്റുമോ അത്ര ഭംഗിയായി കഥകളുടെ ഒരു മാസ്മരിക ലോകം, മായാപ്രപഞ്ചമുണ്ട് കൃഷ്ണൻ്റെ കയ്യിൽ. ആ കൃഷ്ണനാണ് കഥ പറയാൻ പോകുന്നത്. ശ്രീകൃഷ്ണൻ ഒരു കഥ പറയുന്നു. ആ കഥയാണ് അവന്തി എന്ന് പറയുന്ന ആ നാട്ടിലെ ഒരു ഭിക്ഷുവിനെ കുറിച്ച്. അവന്തി എന്ന് പറയുന്ന നാട്ടിൽ ജീവിച്ച ബ്രാഹ്മണനായ ഒരു ഭിക്ഷു, അദ്ദേഹത്തിൻ്റെ ജീവിതം മനസ്സിലാക്കേണ്ടതാണ്. ആ മനസ്സിലാക്കേണ്ട ജീവിതത്തെക്കുറിച്ച്, ഭിക്ഷുവിനെ കുറിച്ച് പറയുകയാണ്. ഭിക്ഷു വലിയ ധനികനായിരുന്ന അദ്ദേഹത്തിൻ്റെ ആ പൂർവ്വകാലം, ധനാകർഷണം, അദ്ദേഹത്തിന് ധനം ആകർഷിക്കാനും ധനം സംഭരിക്കാനും രണ്ട് മാർഗം. ഒന്ന് അദ്ദേഹത്തിൻ്റെ കൃഷിയും, രണ്ട് അദ്ദേഹത്തിൻ്റെ കച്ചവടവും. കൃഷിയും കച്ചവടവുമായി അദ്ദേഹം ധാരാളം ധനം സമ്പാദിച്ചു. മാത്രമല്ല, എന്തൊക്കെ ചുറ്റുപാട് കാണുന്നുവോ അതൊക്കെ തനിക്ക് വേണം, എല്ലാം തനിക്ക് സംഭരിക്കുക, താൻ എല്ലാം സമാഹരിച്ചു വയ്ക്കുക. ഭിക്ഷുവിൻ്റെ സ്വഭാവം പിശുക്കൻ. പിശുക്കെന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചത് അദ്ദേഹമാണെന്ന് തോന്നുന്ന തരത്തിലുള്ള പിശുക്ക്. ഇത്രയധികം പണമുണ്ടായിട്ടും ഒരാൾക്ക് 5 പൈസ കൊടുക്കില്ല. മറ്റുള്ളവർക്ക് വേണ്ട, ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്തുകൂടെ? അതും കൊടുക്കില്ല. മക്കൾക്ക് പല ആവശ്യങ്ങളുണ്ടാകില്ലേ? കൊടുക്കില്ല. ഭാര്യയ്ക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവില്ലേ? കൊടുക്കില്ല. സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുമോ? ചെയ്യില്ല. പണം മുഴുവൻ സമാഹരിച്ചു വെച്ച് ആ നോട്ടുകൾ എണ്ണി സംതൃപ്തി അടയുന്ന വർത്തമാനകാലത്തിലെ നമ്മുടെ വീട്ടിലോ അയൽവക്കത്തോ ഒക്കെയുള്ളവരെ പോലെ ഈ പണം ഇങ്ങനെ കൂട്ടിക്കൂട്ടി മാസം കിട്ടുന്ന പലിശ വീണ്ടും FD ഇട്ട് അതിനെ വീണ്ടും വർദ്ധിപ്പിച്ച് അടുത്ത മാസത്തതും വാങ്ങി 1 രൂപ പോലും ആരെയും സഹായിക്കാതെ ഇങ്ങനെ തൻ്റെ സുഖത്തിന് മാത്രം സമ്പത്ത് സ്വരൂപിച്ചു വെച്ച ആ ഭിക്ഷു, അവന്തിയിലെ ആ ധനികൻ, അദ്ദേഹം ആരെയും ഒന്നും സഹായിച്ചില്ല. വിശന്ന് വലഞ്ഞ് വീട്ടിൽ വരുന്നവരെ ഇറക്കി വിട്ടു. ധാർമ്മികമായി ഒരു പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തില്ല. ധർമ്മത്തിന് ഗുണമായിട്ടുള്ള അനുഗുണമായ പ്രവർത്തികൾ എഴുതിയാൽ ഒന്നും ഈ ധനികന്റെ കയ്യിലില്ല. എല്ലാവരെയും ദ്രോഹിക്കുക, ഇങ്ങനെ പരദ്രോഹം ചെയ്യുക, പരന്മാരെ ആട്ടിയിറക്കുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക, തനിക്ക് വേണ്ടി ഒന്നും ചെലവഴിക്കാതിരിക്കുക, മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി കൊടുക്കാതിരിക്കുക, ബന്ധുജനങ്ങൾക്ക് കൊടുക്കാതിരിക്കുക, അങ്ങനെ ജീവിച്ച് എല്ലാം
തൻ്റേതാക്കി താൻ പോലും അനുഭവിക്കാതെ ജീവിക്കും. ഇങ്ങനെ ജീവിക്കുന്ന നിരവധി പേരെ നമുക്കും അറിയാം. എന്നിട്ട് ഒരു വലിയ മണിമാളികയൊക്കെ പണിയും. കിടക്കാൻ ഭാഗ്യം ഉണ്ടാവുമോ? ഒരു ഭാഗ്യവും ഇല്ല. ഉണ്ടാക്കിയത് വല്ലതും അനുഭവിക്കാൻ യോഗം ഉണ്ടോ? ഒരു യോഗവും ഇല്ല. ഒരു യോഗവുമില്ലാതെ അങ്ങനെ ജീവിക്കുന്ന ഭിക്ഷു. ഏതൊക്കെ ബാങ്കുകളിലാണ് അക്കൗണ്ട് ഉള്ളതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. എന്നാ നോമിനിയെ വെക്കുകയോ? വെക്കില്ല. നോമിനിയെ വെച്ചാൽ ആ നോമിനി തന്നെ അപായപ്പെടുത്തിയാലോ എന്ന് ഭയന്ന് നോമിനിയെയും വെക്കില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ മരണശേഷം ഈ സമ്പത്ത് മുഴുവൻ മക്കൾക്കോ ബന്ധുക്കൾക്കോ പോലും അനുഭവിക്കാൻ യോഗമില്ലാതെ അങ്ങനെ ഉള്ള വ്യക്തിയാണ് ഈ അവന്തിയിലെ ധനികൻ. ഈ ധനികൻ ആർക്കും ഒന്നും കൊടുക്കാതെ ഇങ്ങനെ സൂക്ഷിക്കുന്ന ധനത്തിന് ഭഗവാൻ പറഞ്ഞ പേര് യക്ഷവിത്തം എന്നാണ്. യക്ഷവിത്തം ആർക്കും കൊടുക്കാതെ അവനവൻ തന്നെ സ്വരൂപിച്ച് വയ്ക്കുന്ന ധനമേതോ അതിൻ്റെ പേരാണ് യക്ഷവിത്തം. ആർക്കും ഉപകാരമില്ലാതെയുള്ളതെന്തോ അതാണ് യക്ഷവിത്തം. ഈ യക്ഷവിത്തത്തിന് ഒരു കഥ കേട്ട് മറന്ന കഥയെ വീണ്ടും ഇന്നത്തെ നിൽപ്പുതറയിൽ നിന്ന് പറയണം. ഒരു ക്ഷുരകൻ ഒരു രാജകൊട്ടാരത്തിൽ രാജാവിനെ സേവിച്ച് ജീവിക്കുകയാണ്. ജീവിക്കുന്ന ഈ ക്ഷുരകന് അതാത് മാസം രാജാവ് കൊടുക്കുന്ന പണക്കിഴിയിൽ സുഖമായി ജീവിച്ചു. ഒരല്ലലുമില്ല, നല്ലോണം ജീവിച്ചു. പക്ഷെ എങ്ങനെയോ മനസ്സിൽ താൻ കണ്ടതോ കേട്ടതോ വായിച്ചതോ പരിചയപ്പെട്ടതോ ആയ ആരിൽ നിന്നോ എന്തിൽ നിന്നോ മനസ്സിലൊരു വിചാരം, കൂടുതൽ പണം സമ്പാദിക്കണം. ഉള്ളതുകൊണ്ട് സുഖമായി ജീവിക്കുകയായിരുന്നു. എന്നാലും മനസ്സിലൊരാഗ്രഹം. ഈ ആഗ്രഹം പുറത്ത് പറഞ്ഞു, പലരോടും ചർച്ച ചെയ്തു. എങ്ങനെ കുറെ ധനം സമാഹരിക്കാം, എങ്ങനെ ധനമുണ്ടാക്കാം. അദ്ദേഹം രാജാവിൻ്റെ അടുത്ത് ചെന്ന് രാജാവിനോട് ചോദിച്ചു, ശമ്പളം ഒന്ന് കൂട്ടി തരുമോ? എന്തിനാ? കുറച്ചും കൂടിയും കിട്ടിയാൽ, ഇത്രയും കൂടിയും കിട്ടിയാൽ ഇത്രയും കൂടി ഒന്ന് സമ്പാദിക്കാമല്ലോ. അങ്ങനെ സമ്പാദിക്കുവാനായി അദ്ദേഹം വീണ്ടും ധനത്തെ കിട്ടുന്നത് മുഴുവൻ സമാഹരിക്കുകയാണ്. മനുഷ്യൻ്റെ ചിന്തയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ആ ചിന്ത പ്രകൃതിയിലൊരു തരംഗമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാകുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നാം പോലും കാണാത്ത പലരും അത്തരം വാക്കുകളാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ഭാഗവതത്തിൽ ശൃംഗി എങ്ങനെയാണ് തക്ഷകന്റെ കടിയേറ്റ് പരീക്ഷിത്ത് മരണപ്പെടും എന്ന് ശപിച്ചപ്പോൾ തക്ഷകനെ കടിക്കാൻ പ്രേരിപ്പിച്ചതെന്താ? ശൃംഗി തക്ഷകന്റെ അടുത്ത് പോയി പറഞ്ഞോ? തക്ഷകന് പരിചയമുള്ള ആരുടെയെങ്കിലും അടുത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, തക്ഷകനോട് പോയി കടിക്കാൻ പറയണേ എന്ന് പറഞ്ഞോ? എന്നാലല്ലേ തക്ഷകനെ പോയി കടിക്കാൻ പറ്റൂ. തക്ഷകൻ ഇതെങ്ങനെ അറിഞ്ഞു? ഉപാസന ചെയ്യുന്ന, തപം ചെയ്യുന്ന, വാക്കുകളെ നല്ല പോലെ ഉപാസിക്കുന്ന ഒരു വ്യക്തി, ആ തപസ്വിയുടെ വാക്കുകൾ ഈ പ്രപഞ്ചത്തിൽ വലിയ ഒരു തരംഗത്തെ സൃഷ്ടിക്കും. ആ വാക്കുകൾ ഏതൊരാളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണോ വാക്കുകളെ, വൈഖരിയെ തപം ചെയ്യുന്ന ഋഷി പറഞ്ഞത്, ആ വാക്കുകൾ ഒരു തരംഗമായി അഷ്ടനാഗങ്ങളിൽ ഏറ്റവും പാവം പിടിച്ച തക്ഷകൻ, വാസുകി എന്ന് പറയാമായിരുന്നു, അതിലും ഭയങ്കരന്മാരായിട്ടുള്ള ഏതെങ്കിലും ഒരു സർപ്പത്തിൻ്റെ പേര് പറയാമായിരുന്നു. പക്ഷെ പറഞ്ഞില്ല. പറഞ്ഞത് തക്ഷകനെയാണ്. തക്ഷകൻ പാവം പിടിച്ചൊരുവനാണ്. പാവം പിടിച്ച ഈ പാമ്പിന് എങ്ങനെയാണ് പരീക്ഷിത്തിനെ കൊല്ലണം എന്ന് വന്നത്? തപം ചെയ്യുന്ന ഋഷിയുടെ വാക്കുകൾ ഈ പ്രപഞ്ചത്തിലുണ്ടാക്കിയ ഒരു തരംഗം കൊണ്ട് ആ തരംഗം വന്ന് തക്ഷകനെ തട്ടണം. അതിൽ തക്ഷകൻ പ്രേരിപ്പിക്കപ്പെടണം. ഈ പ്രേരണ നിമിത്തം തക്ഷകന് ഇനി ചെന്ന് കൊത്തിയേ പറ്റൂ. ഇതെങ്ങനെ വിശ്വസിക്കും? നമ്മൾ നമ്മുടെ കയ്യിലുള്ള നിർമ്മിത ബുദ്ധി, മനുഷ്യനിർമ്മിത ബുദ്ധിയാൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് നമ്മൾ പറയുന്ന ആ മനുഷ്യനിർമ്മിത ബുദ്ധിയുള്ള ആ മൊബൈൽ ഫോണിൽ അതൊന്ന് ഓണാക്കിക്കൊണ്ട്
നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കൂ. അതിൽ ഒരു ബാങ്ക് ലോൺ കിട്ടാൻ ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യണം? എനിക്കിപ്പോൾ ഇന്ന ഒരു രോഗമുണ്ട്, ആ രോഗത്തിന് എന്ത് ചെയ്യണം? എനിക്ക് ക്യാൻസർ രോഗമുണ്ട്, അതിനെന്താ നല്ല ചികിത്സ? എന്തെങ്കിലുമൊക്കെ ആരെങ്കിലോടും ചോദിക്കൂ. 5 മിനിറ്റ് കഴിഞ്ഞ് ആ മൊബൈൽ ഫോൺ ഒന്ന് തുറന്നു നോക്കൂ. നമ്മൾ ഏതൊരു വിഷയത്തെക്കുറിച്ചാണോ സംസാരിച്ചത് അതുമായി ബന്ധപ്പെട്ട ധാരാളം വീഡിയോസ് നമ്മുടെ ഫോണിലേക്ക് വരും. ആരാ ഇത് പറഞ്ഞയച്ചേ? നമ്മളിത് ആരോടാ പറഞ്ഞേ? നമ്മൾ ആലോചിക്കുന്ന സർവ്വതും ആ തരംഗത്തെ സ്വീകരിക്കാൻ പറ്റുന്ന മനുഷ്യനിർമ്മിത ബുദ്ധിയുള്ള ഈ മൊബൈൽ ഫോൺ നമ്മളുടെ സർവ്വ സ്വകാര്യതകളെയും കാർന്ന് തിന്നുന്നുണ്ട്. അവിടെ ഇരുന്ന സായിപ്പ് ഇതൊക്കെ കാണുന്നുമുണ്ട്. എന്താണ് ഈ വ്യക്തിയുടെ ആവശ്യം? ബാങ്ക് ആണെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ബാങ്കിൽ നിന്ന് നിരവധി തരത്തിലുള്ള ബാങ്ക് ഇൻട്രസ്റ്റ് കുറവുള്ള നിരവധി തരത്തിലുള്ള സ്കീമുകൾ മൊബൈലിൽ വരും. ബാങ്കുകാർ നിങ്ങളെ വിളിക്കും. എങ്ങനെ അറിഞ്ഞു ഇവർ? അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഒരു ഭിക്ഷു, ഒരു ക്ഷുരകൻ ഇങ്ങനെ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ആ ആഗ്രഹം ആ പ്രപഞ്ചത്തിലെ ശക്തിയായ യക്ഷൻ കേട്ടു. അദ്ദേഹത്തിന് ധനത്തിനോട് താല്പര്യമുണ്ട് എങ്കിൽ ഒരു ദിവസം ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ പെട്ടെന്നൊരു അശരീരി കേട്ടു, താങ്കൾക്ക് ധനം വേണോ, നിധി വേണോ? 7 കുടം സ്വർണം ഞാൻ തരാം. കേട്ട ഉടനെ സന്തോഷം. സബ്സിഡി ഉള്ളതാണെങ്കിൽ പറയും വേണ്ട, ഇൻട്രസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞാൽ സന്തോഷം. എത്ര വേണമെങ്കിലും നാം വാങ്ങാൻ തയ്യാറാണ്. അദ്ദേഹത്തിന് 7 കുടം സ്വർണം കിട്ടി. ആഗ്രഹിക്കുന്നത് മുഴുവൻ തരാൻ പറ്റുന്ന പ്രാപഞ്ചിക ശക്തികൾ, ഒരു ക്ഷുരകൻ ഇങ്ങനെ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുമുണ്ട്. ഇന്നത്തെ കാലത്തിലെ ശക്തിയായ ഇന്റലിജൻസും നാം വിചാരിക്കുന്നത് മുഴുവൻ ധനത്തിനോട് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന് 7 കുടം കിട്ടി, സന്തോഷം. ഇത്രയേറെ ധനം കിട്ടിയല്ലോ, ഇനി സുഖിക്കണം എന്ന് വിചാരിച്ച് വീട്ടിൽ ചെന്ന് ഓരോന്നും തുറന്നു നോക്കി. അത്യത്ഭുതത്തോടുകൂടി ആനന്ദം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. അങ്ങനെ 6 കുടവും നിറഞ്ഞു. 7ാമത്തെ തുറന്നപ്പോൾ ഒരു വിഷമം, പകുതിയേയുള്ളൂ. അത് നിറയ്ക്കണം, സുഖിക്കണം, സന്തോഷിക്കണം, അതിനായി ധനം സമാഹരിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയ നമ്മൾ ധനം കൂടുതൽ സമാഹരിക്കണം എന്ന ചിന്തയിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഇനി ഒരു കാര്യം ചെയ്യണം, ഇനി ഈ 7ാമത്തെ കുടം നിറച്ചിട്ട് സുഖിക്കാം എന്ന് തീരുമാനിച്ചു. ഉടനെ എന്ത് ചെയ്തു? അത് നിറയ്ക്കുവാൻ വേണ്ടി നിലവിൽ വീട്ടിലുണ്ടായിരുന്ന ഭാര്യയുടെ സ്വർണം മുഴുവൻ എടുത്ത് വിറ്റു. ആ കിട്ടിയ ധനം മുഴുവൻ ഈ കുടത്തിൽ നിറയ്ക്കാൻ ശ്രമിച്ചു. കുടം നിറയുന്നില്ല. ഉണ്ടായിരുന്ന ധനം അവിടെയുള്ളതെല്ലാം സ്വരുക്കൂട്ടി വീണ്ടും ആ കുടത്തിലിട്ടു. അത് നിറയുന്നില്ല. വീട് മാത്രമേ ഉള്ളൂ. വീട് വെച്ച് ലോൺ എടുത്തു. അതൊന്ന് നിറയ്ക്കണമല്ലോ, നിറഞ്ഞില്ല. അവസാനം ഒന്നും പോരായ വന്നു, കയ്യിലുള്ളതൊക്കെ പോയി. അദ്ദേഹം രാജാവിൻ്റെ അടുത്ത് വീണ്ടും ചെന്നിട്ട് ചോദിച്ചു, രാജാവേ, കുറച്ചുകൂടി ശമ്പളം കൂട്ടി തരുമോ? രാജാവ് ചോദിച്ചു, എന്തേ? ആവശ്യങ്ങൾ കൂടുന്നു. ശരി, രാജാവ് വീണ്ടും ശമ്പളം കൂട്ടിക്കൊടുത്തു. പിന്നീട് വരുന്ന ഓരോ ദിവസവും ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. അദ്ദേഹം വളരെ വിഷമത്തിലാണ്, എന്തൊക്കെയോ അലട്ടുന്നുണ്ട്. രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ, ചോദിക്കൂ. നിങ്ങൾക്ക് വല്ല യക്ഷവിത്തവും കിട്ടിയോ എന്ന് ചോദിച്ചു. ഇദ്ദേഹം ഞെട്ടി. രാജാവേ, എങ്ങനെ മനസ്സിലായി എനിക്ക് യക്ഷവിത്തം കിട്ടിയെന്ന്? യക്ഷവിത്തം കിട്ടിയാൽ അവൻ ഈ മുഖത്തോട് കൂടിയിട്ട് എപ്പോഴും ഇരിക്കൂ. കൂടുതൽ സമ്പാദിച്ച് നിറയ്ക്കുവാൻ വേണ്ടി മറ്റൊന്നിനെയും അവൻ കാണില്ല. മനസ്സ് മുഴുവൻ അതിലായിരിക്കും. ഇപ്പോൾ ചിന്ത എന്താ? ഇത് നിറയ്ക്കുക എന്നത് മാത്രമാണ്. ഭാര്യയെ മറന്നു, മക്കളെ മറന്നു, സർവസ്വവും മറന്നു, അവനവൻ്റെ ആവശ്യങ്ങളും മറന്നു. ഇപ്പോൾ സന്തോഷം എന്ത് എന്നറിയുന്നില്ല. അങ്ങനെ സുഖിക്കുവാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയാണ്. സുഖം ഉണ്ടായോ? ഇല്ല, ദുഃഖമേ ഉള്ളൂ. എന്നാൽ നിറഞ്ഞതിന് ശേഷം സുഖിക്കാം എന്ന് വിചാരിച്ചാൽ ഇതെന്തെങ്കിലും ഒരു ദിവസം നിറയുമോ? പണം മതി, എനിക്ക് സുഖം മതി എന്നെപ്പോഴെങ്കിലും പറയുമോ? ഭഗവാനെ, കുറേ കാലം ദുഃഖം അനുഭവിച്ചപ്പോൾ ഞാൻ അങ്ങയോട് സുഖം ചോദിച്ചു. അല്ലയോ കൃഷ്ണ, അങ്ങ് എനിക്ക് സുഖം തന്നല്ലോ, മതി ഭഗവാനെ, ഇത്രയും മതി എന്ന് ആരെങ്കിലും പറയുമോ? പോരാ, വീണ്ടും സുഖം വേണം, സുഖം വേണം. ഇത് തന്നെയാണ് ധനത്തിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. അദ്ദേഹം കൂടുതൽ സുഖിക്കുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്തോ അതൊന്നും അദ്ദേഹത്തിന്
ഭാഗ്യം കിട്ടിയില്ല. വേഗം രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് മനസമാധാനം വേണോ എങ്കിൽ വേഗം ആ ഉള്ളതെല്ലാം ആ യക്ഷവിത്തം ഒഴിവാക്കിക്കോളൂ. അങ്ങനെ 7 കുടവും തിരിച്ചു കൊടുത്തു. ഇനി വല്ലതുണ്ടോ കയ്യിൽ? ഉള്ളതൊക്കെ നഷ്ടപ്പെട്ടു. നോക്കൂ, ഈ യക്ഷവിത്തം എന്നുള്ളതിന് ഭഗവാൻ പറയണു, യക്ഷവിത്തം എന്നത് അവനവന് വേണ്ടി മാത്രം സമ്പാദിച്ച് ആ പണം മറ്റൊരാൾക്കും കൊടുക്കാതെ അങ്ങനെ ജീവിച്ചാൽ ആ യക്ഷവിത്തം എന്ന് പറയും. ഉദ്ധവ, ഈ ബ്രാഹ്മണനും ഇത് തന്നെ പറ്റി. ബ്രാഹ്മണന് ഇത്രകാലം ഉണ്ടാക്കിയ ആ പണം കൊണ്ട് ചെയ്യേണ്ടതൊന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ആ ബ്രാഹ്മണനും ഈ യക്ഷവിത്തം പോലെ ഉള്ളതൊക്കെ നശിച്ചു. നശിക്കുന്നതിനൊരു കാരണവുമുണ്ട്. ഇന്നലകളിൽ നമ്മളൊക്കെ സമ്പന്നരായിരുന്നു. ഇന്ന് എന്താ നമുക്ക് പറ്റിയത്? ഭഗവാൻ പറയുകയാണ്, ഉദ്ധവ, ഏതു മനുഷ്യനും 5 കടങ്ങളോട് കൂടിയിട്ടാണ് ജനിക്കുന്നത്. 5 തരം കടങ്ങൾ എല്ലാവർക്കുമുണ്ട്. ഈ 5 കടവും നല്ലപോലെ വീട്ടണം. പൂർവികരായ ഋഷി പരമ്പരയോട് കടമുണ്ട്, പിതൃക്കളോട് കടമുണ്ട്. ഈ പ്രപഞ്ചത്തെ ഇതുപോലെ നിത്യേന നിയമേന നിയമിച്ച് നമുക്ക് വേണ്ട സർവ്വതും ഒരുക്കി തന്ന ആ ദേവദേവനായിട്ടുള്ള ദേവന്മാരോട് നമുക്ക് കടമുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ധാരാളം ജീവജാലങ്ങളുടെ സഹായം കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് ഭൂതങ്ങളോട് എനിക്ക് കടമുണ്ട്. ഞാൻ ഒഴിച്ച് മറ്റെല്ലാ മനുഷ്യരോടും എനിക്ക് കടമുണ്ട്. ഈ 5 പ്രാപഞ്ചിക ശക്തികളോട്, പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഇവരോടൊക്കെയുള്ള കടം വീട്ടുക തന്നെ വേണം. വീട്ടിയില്ലെങ്കിൽ അവരുടെ പ്രീതി നഷ്ടപ്പെടും, അനുഗ്രഹം നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ടാൽ പ്രായശ്ചിത്ത കർമ്മങ്ങൾ നിരവധി ചെയ്യേണ്ടി വരും. അവരുടെ പ്രീതി നഷ്ടപ്പെട്ടാൽ നമ്മുടെ കൈമുതലായ എന്തൊക്കെയുണ്ടോ അത് നശിക്കും. കാരണം ഈ പ്രകൃതി നിലനിൽക്കുന്നത് യജ്ഞത്തിലാണ്. യജ്ഞത്തിലാണ് ഈ പ്രകൃതിയുടെ നിലനിൽപ്പ്. എല്ലാം അവന് വേണ്ടി സമ്പാദിക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിക്കുക, ഈ പ്രകൃതിയാണ് എനിക്ക് സർവസ്വവും തന്നത്. ചിലപ്പോൾ ചോദ്യം ഉന്നയിക്കാം, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, ഞാൻ പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. അതെന്താ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്? ധനമല്ലേ? അതെ. പക്ഷെ നാം ശ്വസിക്കുന്ന വായു നാം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണോ? അല്ല. ഓരോ ദിവസവും നമ്മൾ എത്ര ആയിരക്കണക്കിന് രൂപയുടെ ഓക്സിജൻ ശ്വസിക്കുന്നു. ഈ ഓക്സിജൻ നാം കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല. നമ്മൾ എത്ര വെള്ളം കുടിക്കുന്നു, ആ വെള്ളം ആരുണ്ടാക്കിയതാ? നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സർവസ്വവും ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നും നാം ഉപയോഗിക്കുമ്പോൾ, നമ്മളെല്ലാം ഉപയോഗിക്കുമ്പോൾ അതിൽ നമുക്ക് കിട്ടുന്നതിൽ ഒരു ഭാഗം തിരിച്ച് കൊടുക്കണ്ടേ? ഈ കൊടുക്കുന്നതാണ് ത്യാഗമാണ് യജ്ഞം. 1% മുതൽ 3% വരെ തനിക്ക് കിട്ടുന്നതിൽ നിന്ന് മാറ്റിവെച്ച് താൻ സ്വീകരിച്ച ഈ പ്രപഞ്ചത്തിന് തിരിച്ചു കൊടുക്കാൻ ബാധ്യതയുള്ള മനുഷ്യൻ എല്ലാം എനിക്ക്. അങ്ങനെ വന്നപ്പോൾ ഈ 5 കടങ്ങളും വീട്ടാത്തത് കൊണ്ട് 5 പ്രാപഞ്ചിക ശക്തികളുടെ ആ പ്രീതി, അനുഗ്രഹം നഷ്ടപ്പെട്ടപ്പോൾ നോക്കൂ, ഈ ബ്രാഹ്മണന്റെ വരുമാനം കുറഞ്ഞു. ഈ കൃഷിയും കച്ചവടവും കൊടുത്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ കൃഷി മുഴുവൻ നശിച്ചു. കച്ചവടത്തിൽ പഴയതുപോലെയുള്ള വിൽപ്പനയില്ല. വരുമാന മാർഗങ്ങൾ കുറഞ്ഞു. കൊണ്ടുവച്ച ഉൽപ്പന്നങ്ങളൊന്നും വിൽക്കാൻ പറ്റാതായി. അങ്ങനെ വന്നപ്പോൾ കൃഷിയും കച്ചവടത്തിലൂടെയും ധനം സമാഹരിച്ച വ്യക്തിക്ക് ഈ പ്രീതിയും അനുഗ്രഹവും ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ അത് രണ്ടും പോയി. പോരാ, ഇത്രയും കാലം നല്ല ആളുകളെ കൊണ്ട് കണക്കൊക്കെ ശരിയാക്കി ഗവൺമെൻറ്റിനെ ടാക്സ് കുറെ വെട്ടിച്ചിരുന്നു. ഗവൺമെൻറ് ആ സമയത്താ കയറി പിടിക്കുക. അതുകൊണ്ട് കുറേ രാജാവ് കൊണ്ടുപോയി, കുറേ കള്ളന്മാർ കൊണ്ടുപോയി, കുറേ ബന്ധുക്കൾ കൊണ്ടുപോയി. പല പല രോഗപീഠകൾ വന്നു. രോഗപീഠ വരും. കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ വാങ്ങേണ്ടവർക്ക് വാങ്ങാനറിയാം. 5-ാം നിലയുടെ മുകളിൽ അങ്ങനെ സുഖമായി കുറേ ദിവസം ജീവിച്ചു. നല്ല AC മുറിയായിരുന്നു, സുഖമായിരുന്നു. എല്ലാം പോയി. കുറേ വൈദ്യന് കൊടുത്തു. ഇങ്ങനെ അതുവരെ ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ഈ അവന്തിയിലെ ഈ പിശുക്കന് ധനം മുഴുവൻ നഷ്ടപ്പെട്ടു. ഇവിടെ ഭഗവാൻ പറയുന്നൊരു വാക്കുണ്ട്. ആ വാക്ക് നേരത്തെ പറഞ്ഞ വാക്കിനോട് ചേർത്ത് വെക്കണം. ഉദ്ധവ, ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് എന്താണോ ചെയ്യേണ്ടത് ആ യജ്ഞം അദ്ദേഹം ചെയ്തില്ല. ഏതൊരു യജ്ഞം അനുഷ്ഠിച്ചാലാണോ ഉള്ളത് ഇരട്ടിയായി ലഭിക്കുക, ആ യജ്ഞത്തെ അനുഷ്ഠിക്കാതെ എല്ലാം എനിക്ക് എന്ന് സമ്പാദിക്കാൻ ശ്രമിച്ചപ്പോൾ
ഈ പ്രാപഞ്ചിക ശക്തികളുടെ പ്രീതി നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് എല്ലാം പോയി. അങ്ങനെ പോയതിൻ്റെ കാരണം ധർമ്മം ശരിയായ വിധത്തിൽ ഉപയോഗിക്കാത്തൊരു വ്യക്തിക്ക് അർത്ഥം സ്ഥിരമായിരിക്കില്ല. അദ്ദേഹത്തിന് കാമവും അനുഭവിക്കാൻ യോഗമുണ്ടാവില്ല. അർത്ഥം നല്ലപോലെ ഉണ്ടാകാനും കാമത്തെ ഭുജിക്കണമെങ്കിലും ധർമ്മം എന്നുള്ള തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യേണ്ട തൻ്റെ കർമ്മങ്ങളെ ഭംഗിയായി ചെയ്യണം. ഇത് ചെയ്യാത്തത് കൊണ്ട് ധർമ്മം ചെയ്യാത്തവന് അർത്ഥം സ്ഥിരമായി ഉണ്ടാകുകയില്ല. ധർമ്മം ചെയ്യാത്തവന് കാമവും ഉണ്ടാകില്ല. പണം സമ്പാദിക്കുവാൻ വേണ്ടി ജീവിതത്തിൻ്റെ നല്ലൊരു കാലം മാറ്റിവെച്ചു. അങ്ങനെ മാറ്റിവെച്ച് ജീവിച്ച എത്രയോ പേരെ നമുക്കറിയാം. മക്കൾക്ക് വേണ്ടി എന്ന പേരും പറഞ്ഞ് തൻ്റെ ജീവിതത്തിലെ സർവസ്വവും മക്കൾക്ക് വേണ്ടി കൊടുക്കുവാൻ വേണ്ടി രാപ്പകലില്ലാതെ ജോലി ചെയ്തവർ. സുഖിക്കാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ ശ്രമിച്ചു. സുഖം മറന്ന് പണം ഉണ്ടാക്കാൻ മാത്രം പ്രവൃത്തി. ഒരു യന്ത്രം കണക്കെ ഉണ്ടാക്കി. അപ്പോൾ സുഖം ഉണ്ടായോ? സുഖം ഉണ്ടായില്ല. സുഖം അനുഭവിച്ചോ? സുഖം അനുഭവിച്ചില്ല. ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഒരു വശത്ത്, നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം മറുവശത്ത്. ആരെയും വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ആരോടും ഒന്നും പറഞ്ഞില്ല. ഭാര്യയോട് പറഞ്ഞില്ല, മക്കളോട് പറഞ്ഞില്ല, ഒന്നും പങ്കുവെച്ചില്ല. ആരെങ്കിലും തട്ടിയെടുക്കുമോ പറ്റിക്കുമോ എന്നുള്ള സംശയരോഗം മറുഭാഗത്ത്. ഇങ്ങനെ ടെൻഷൻ അടിച്ചടിച്ച് ജീവിച്ചു. ഈ ഒരു പ്രശ്നം ഈ ബ്രാഹ്മണനും ഈ പിശുക്കനും ഉണ്ടായി. അദ്ദേഹം ചിന്തിച്ചു, എനിക്ക് എന്താ പറ്റിയത്? ഇത്തരത്തിൽ ജീവിതത്തിൽ നഷ്ടബോധം വരുന്ന സമയത്ത് നമ്മളൊക്കെ ചിന്തിക്കാനുണ്ടാകുമോ എന്നറിയില്ല. ഭൂരിഭാഗം പേർക്കുണ്ടാകുന്ന പ്രശ്നം, ഇത്തരത്തിലൊരു നഷ്ടം വന്നാൽ, കടം കയറിയാൽ, ഒന്നുമില്ലാതായാൽ, സർവസമ്പത്തും നശിച്ചാൽ ഒരു പിരി പോകാനാണ് സാധ്യത. ഇങ്ങനെ ആലോചിക്കാനുള്ളൊരു മനസ്സ് പോലും ഉണ്ടാവില്ല. പക്ഷെ ഈ ബ്രാഹ്മണന്, ഈ പിശുക്കന് ഈ ഒരു ഭാഗ്യമുണ്ടായിരുന്നു. അദ്ദേഹം ആലോചിച്ചു, എനിക്ക് എന്താണ് സംഭവിച്ചത്? ആലോചിച്ചാലല്ലേ ഉത്തരം കിട്ടൂ. ആലോചിക്കാനുള്ള സമയം നമുക്ക് ഈശ്വരൻ തരുമോ? നമ്മളൊക്കെ എപ്പോൾ ആത്മഹത്യ ചെയ്തു? മറ്റുള്ളവരുടെ മുന്നിൽ തല താഴ്ത്തി ജീവിക്കുന്നതിലും ഭേദം, ഈ അപമാനവും പേറി ജീവിക്കുന്നതിലും ഭേദം ആത്മഹത്യ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷാദ രോഗത്തിൽപ്പെട്ട് നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ, ആരോടും സംസാരിക്കാതെ ഒരിടത്ത് ചുരുണ്ടുകൂടും. ഇന്നലകളിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരനുഭവങ്ങളാണ് വിഷാദ രോഗമായി മാറുന്നത്. കേരളത്തിൻ്റെ ഒരവസ്ഥ മിക്കവാറും വിഷാദ രോഗത്തിൻ്റെ പിടിയിലാണ്. ഇന്നലകളിൽ ഉണ്ടായ ഏതോ ഒരു ദുരനുഭവത്തെ ചുമന്ന് നടന്ന് ആരോടും ഒന്നും ഷെയർ ചെയ്യാതെ ജീവിതത്തിൽ ഈ ഭാരവും താങ്ങി നടന്ന് സ്വയം നശിച്ച വ്യക്തിത്വങ്ങൾ നിരവധിയുണ്ട്. അതിലേറ്റവും നല്ലൊരു ഉദാഹരണമാണ് രാമായണത്തിൽ ദശരഥൻ എന്ന് പറയുന്ന ഒരച്ഛൻ. ഇദ്ദേഹത്തിൻ്റെ യൗവനകാലത്ത് ഇദ്ദേഹത്തിനൊരു ശാപം കിട്ടി. പുത്രദുഃഖം കൊണ്ട് ഞാനിപ്പോൾ എൻ്റെ മകൻ്റെ അഗ്നിയിലേക്ക് ഇപ്പോൾ ചാടി മരണപ്പെടുന്നത് പോലെ, ഹേ ദശരഥ, അങ്ങും പുത്രദുഃഖം കൊണ്ട് മരണപ്പെടും. ഈ ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വല്ലാതെ തട്ടി. എന്നാൽ ഇത് ആരോടെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ അദ്ദേഹത്തിന്? സർവജ്ഞനായ വസിഷ്ഠൻ കൂടെ ഉണ്ടായിരുന്നു, പറഞ്ഞില്ല. അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, ആരോടും പറഞ്ഞില്ല. നിരവധി ആചാര്യന്മാർ, ഗുരുക്കന്മാർ, നിരവധി പേരുണ്ടായിരുന്നു, ആരോടും പറഞ്ഞില്ല. അതങ്ങനെ കൊണ്ടു നടന്നു. മക്കൾ വേർപ്പെടുമെന്നും വേർപ്പെട്ട മക്കൾ അത് കാരണം താൻ മരണപ്പെടും എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം സംരക്ഷിച്ചു. അതിൻ്റെ ഫലം എന്താ? വിവാഹം ഒന്ന് കഴിച്ചു, മക്കളുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ വിവാഹം കഴിച്ചു, മക്കളുണ്ടായില്ല. മൂന്നാമത്തെ വിവാഹം കഴിച്ചു, മക്കളുണ്ടായില്ല. എന്തുകൊണ്ട് ദശരഥന് മക്കളുണ്ടായില്ല? ദശരഥൻ്റെ മനസ്സിൽ ദശരഥനെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നം എന്തായിരുന്നു? മക്കളുണ്ടായാൽ, അവരെ വേർപ്പെട്ടാൽ തീർച്ചയായും ഞാൻ മരണപ്പെടും. ഈ ഭാവത്തോടുകൂടി ദമ്പതിക്രിയ ചെയ്യുന്ന ഒരു പുരുഷന്, ഒരു സ്ത്രീക്ക് മക്കളുണ്ടാകുമോ? ദശരഥനെ ബാധിച്ച മാറാരോഗം എന്തായിരുന്നു?
ദശരഥൻ സദാസമയം ചിന്തിച്ചിരുന്നു, മക്കളാൽ ഞാൻ, എൻ്റെ കൂടെ നിന്ന് മക്കൾ അകന്നുപോയാൽ ഞാൻ മരണപ്പെടും. അദ്ദേഹത്തിൻ്റെ നാമം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ചിന്ത എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിന് അദ്ദേഹം കൊടുത്ത അഫർമേഷൻ, മന്ത്രം എന്തായിരുന്നു? മകൻ പോയാൽ, എൻ്റെ രാമൻ പോയാൽ ഞാൻ മരണപ്പെടും. ഇദ്ദേഹം സ്വയം പറഞ്ഞു എന്ന് മാത്രമല്ല, സർവരോടും അത് പറഞ്ഞു. എൻ്റെ രാമൻ ഇല്ലാതായാൽ, എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ മകൻ, എൻ്റെ ആ സന്താനം നഷ്ടപ്പെട്ടാൽ ഞാൻ മരണപ്പെടും. അദ്ദേഹത്തിൻ്റെ നാമം എന്തായിരുന്നു? രാമൻ പോയാൽ ഞാൻ മരണപ്പെടും. ഏതായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണം? മന്ത്രമോദിയാൽ ഗുണമുണ്ട് എന്ന് നാം പഠിക്കേണ്ടത് ദശരഥൻ്റെ നാമത്തിൽ നിന്നാണ്. രാമൻ പോയാൽ ഞാൻ മരണപ്പെടും എന്ന് ചിന്തിച്ച് രാമൻ പോയ ആദ്യ രാത്രി തന്നെ ഈ അച്ഛൻ മരണപ്പെട്ടു. എന്തായിരുന്നു ദശരഥൻ്റെ പ്രശ്നം? ഇന്നലകളിൽ നമ്മളെല്ലാം അനുഭവിച്ച ഈ ദുരനുഭവങ്ങൾ, അത് വാക്കുകൊണ്ടാകട്ടെ, ഏതെങ്കിലും ചില വ്യക്തികളുടെ വൈകൃതത്തിന് അടിമപ്പെട്ടിട്ടാവട്ടെ, ആരെങ്കിലും പറഞ്ഞ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന വാക്കുകളാകട്ടെ, ഈ വാക്കുകളും പൂർവാനുഭവങ്ങളും എന്നും നാം ചുമന്ന് നടന്നാൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സദ്ഗതി ഉണ്ടാവില്ല. കാരണം നമ്മളുടെ മന്ത്രം, നമ്മളുടെ ജപം, നമ്മളുടെ ചിന്ത, നമ്മൾ താലോലിക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വിഷമകരമായ ഒന്ന് മാത്രമാണ്. ഇന്നത്തെ അച്ഛനമ്മമാർ, വർത്തമാനകാല കേരളത്തിലെ അച്ഛനമ്മമാരുടെ സ്ഥിതി എന്താ? അച്ഛനമ്മമാരുടെ സ്ഥിതിയും ഇത് തന്നെ. മക്കൾ അടുത്തില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? മക്കൾ പോയാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? വയസ്സായ ഞങ്ങളെ നോക്കാൻ ആരുണ്ട്? ആരുമില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? നാരായണ നാമം ജപിക്കുന്നതിനേക്കാളും അധികം ജപിച്ചുകൊണ്ടിരിക്കുന്നത് മക്കൾ പോയാൽ, അല്ലെങ്കിലും ഇന്നത്തെ കുട്ടികൾ ലോകത്തിൽ സുഖം തേടി പോവാണ്, വയസ്സായ ഞങ്ങളെ ആര് നോക്കും എന്ന് പറഞ്ഞ് രണ്ടുപേരുടെയും നാമജപം എന്താ? രണ്ടുപേർ ചേർന്നാൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്താ? രണ്ടുപേർ കൂടിയിരുന്ന് ഇന്ന് പരസ്പരം വേദനിക്കുന്നത് എന്തിനെ കുറിച്ച് പറഞ്ഞ? ഞാൻ ഇന്നലെ നാരായണീയം ഇത്ര വായിച്ചു എന്നാണോ? അതോ മരുമകളോ മരുമകനോ മക്കളോ ചെയ്ത ഈ പ്രശ്നങ്ങളെക്കുറിച്ചാണോ? നമ്മൾ എന്താ നാമം ചൊല്ലുന്നേ? നമ്മൾ നാമം ചൊല്ലുന്ന ഓരോന്നും നമ്മളിലേക്ക് നമ്മളറിയാതെ വന്നു ചേരുന്നുണ്ട്. ഇവിടെ നോക്കണേ, ഈ പിശുക്കനൊരു വലിയ ഭാഗ്യമുണ്ടായിരുന്നു. പറഞ്ഞല്ലോ, അദ്ദേഹം ബ്രാഹ്മണനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം സമ്പന്നമായിരിക്കണം. പിന്നീടാണ് അദ്ദേഹം വ്യാപാരത്തിലേക്കും കച്ചവടത്തിലേക്കും കടന്ന് ഈ ധനം ശേഖരിക്കാൻ തുടങ്ങിയത്. കുട്ടിക്കാലത്ത് ഏതായാലും ഉപനയനം കഴിഞ്ഞതിന് ശേഷം കുറച്ചു കാലമെങ്കിലും നാമം ജപിച്ചിട്ടുണ്ട് എന്നത് തീർച്ചയാണ്. നല്ല അച്ഛനമ്മമാർക്ക് ജനിച്ചത് കൊണ്ടാണല്ലോ ഉപനയന കർമ്മം പോലും ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം സന്ധ്യാവന്ദനങ്ങൾ ചെയ്തിട്ടുണ്ട്. കുട്ടിക്കാലത്ത് കിട്ടിയ ഏതൊരു സംസ്കാരവും വിട്ടുപോകില്ല, അതുള്ളിൽ കിടക്കും, നല്ലതും ചീത്തയും. അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമായോ വേദനയായോ ഏതായാലും അത് ഉള്ളിലുണ്ടാകും. ഇദ്ദേഹത്തിന് കുട്ടിക്കാലത്തുണ്ടായ ആ പൂർവാനുഭവമാണ് ഈ ഭിക്ഷുവായി തീരുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തെ ചിന്തിപ്പിച്ചത്, എനിക്കെന്താണ് സംഭവിച്ചത്? സമ്പന്നമായ ഒരു കുട്ടിക്കാലം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ, അവർ നാളെ ഏത് പ്രശ്നത്തെയും അവർ നേരിട്ടാൽ, വിചാരിച്ചതുപോലെ ഒരു ജീവിതം അവർക്ക് കിട്ടിയില്ലെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു ചിന്തയ്ക്ക് എന്താണ് എനിക്ക് സംഭവിച്ചത് എന്ന് ചിന്തിക്കാൻ ഒരു പൂർവ്വ സംസ്കാരം ഉള്ളിലുണ്ടായാൽ മതി. പക്ഷെ ഉണ്ടോ? ഇന്നത്തെ കുട്ടികൾക്ക് സമ്പന്നമായ ഒരു കുട്ടിക്കാലം, ആലോചിക്കാൻ അവൻ്റെ ഒരു നല്ല കാലം നമ്മൾ കൊടുക്കുന്നുണ്ടോ? മറിച്ച് 4 വയസ്സാവുമ്പോഴേക്കും കുട്ടികളെ പക്വതയുള്ളവരാക്കാൻ ശ്രമിക്കുകയാണ്. ഈ കുഞ്ഞിനെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഒരു നല്ല അച്ഛൻ അമ്മ വേണ്ടേ? അവരിലൂടെ കേൾക്കുന്ന നാമങ്ങൾ കേട്ടും വളർന്നും ഒരു സംസ്കാരം ഉള്ളിൽ കൊടുക്കണ്ടേ? ഇത് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഇന്ന് എന്താ കൊടുക്കുന്നേ? ഈ മത്സരങ്ങളുടെ ലോകത്ത് നിനക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നീ ഇത് പഠിക്കൂ. ഭൗതികമായ നിരവധി സാഹചര്യങ്ങളെക്കുറിച്ച് മാത്രം പറയുമ്പോൾ ആധ്യാത്മികവും നൈതികവും ധാർമ്മികവുമായ എത്ര കഥ പറയുന്നുണ്ട്. ഇതൊക്കെ കിട്ടിയാൽ സമ്പന്നമായ ഈ സംസ്കാരവും പേറിയൊരു കുട്ടിക്കാലം ഉണ്ടെങ്കിൽ ആ സംസ്കാരം അവിടെ ഉണ്ടാകും.
ഈ സംസ്കാരമാണ് വലുതായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിപരീതാനുഭവങ്ങളെ നേരിടാൻ ഈ കുഞ്ഞിന് കരുത്ത് നൽകൂ. അതാ ആ ഭാഗ്യം ഇവിടുത്തെ ഈ ധനികനുമുണ്ടായി. ഇദ്ദേഹത്തിന് അതോടുകൂടി എനിക്ക് സംഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് തീവ്രമായ വൈരാഗ്യം വന്നു. താൻ ഇത്രയും കാലം ചെയ്ത അപരാധങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു. തീവ്രമായ വൈരാഗ്യം വന്നതോടുകൂടി, തനിക്ക് പറ്റിപ്പോയ അബദ്ധങ്ങളെ അദ്ദേഹത്തിന് മനസ്സിലായതോടുകൂടി അദ്ദേഹം ഭിക്ഷുവായി രൂപാന്തരപ്പെടുകയാണ്. ഇന്നലകളിൽ ഉണ്ടായ പൂർവാനുഭവങ്ങളെ ആലോചിച്ച് ആ പ്രശ്നങ്ങളെ കണ്ടെത്തി പരിഹരിക്കണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കുട്ടിക്കാലത്ത് കിട്ടിയ ചില സംസ്കാരങ്ങൾ വേണം. വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് കേട്ടവരാ നമ്മൾ. വിവേകാനന്ദൻ്റെ കുട്ടിക്കാലം സമ്പന്നമായിരുന്നു. 13 വയസ്സ് 15 വയസ്സ് വരെ അമ്മ ചൊല്ലിക്കൊടുത്ത നാമവും കേട്ട് വളർന്ന കുഞ്ഞ്. ധ്യാനവും ജപവും പൂജയും തുടങ്ങി എന്താണോ ഒരു പാരമ്പര്യ ഹൈന്ദവ ഗൃഹത്തിൽ ഉണ്ടാകേണ്ടത് അത് മുഴുവൻ അനുഭവിച്ച സമ്പന്നമായ ബാല്യകാലം. 15 വയസ്സ് കഴിഞ്ഞ് ഒരു 2-3 വർഷക്കാലം ബ്രഹ്മസമാജത്തിൽ പ്രവർത്തിച്ചു. അപ്പോഴാണ് ഈശ്വരനുണ്ടോ എന്നൊക്കെ തിരക്കുകയും വിഗ്രഹാരാധനയെ കുറ്റം പറയുകയും ചെയ്തത്. വിവേകാനന്ദൻ വിഗ്രഹാരാധനയെ കുറ്റം പറഞ്ഞു എന്ന് പർവ്വതീകരിക്കുമ്പോൾ ആ കാലത്ത് പ്രവർത്തിക്കുന്ന സംഘടനയുടെ ആശയങ്ങൾ ഏതൊരു വ്യക്തിയെയും സ്വാധീനിക്കുന്നത് പോലെ ഇദ്ദേഹത്തെയും സ്വാധീനിച്ചു. നമ്മൾ ആരോട് ചേർന്നിരിക്കുന്നുവോ അവരുടെ ആശയങ്ങൾ നമ്മളെ സ്വാധീനിക്കും. കുട്ടിക്കാലത്ത് പ്രത്യേകിച്ചും കുട്ടികൾ വിചാരശീലരല്ല. അന്യർ ഓതുന്ന വാക്കുകൾ അതുപോലെ അനുകരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വിവേകാനന്ദൻ കണ്ടവരോടൊക്കെ ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മ ചൊല്ലിക്കൊടുത്ത സമ്പന്നമായ ബാല്യകാലം ഉള്ളതുകൊണ്ട് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ അന്വേഷിച്ച് നടന്ന ഈശ്വരനെ തേടി നടന്നപ്പോൾ ചെന്നെത്തിയ ആ പരമഹംസ പദവിയിലെത്തിയ ശ്രീരാമകൃഷ്ണൻ്റെ ഒരൊറ്റ വാക്ക് ഉള്ളിലുള്ള ആ പഴയ സംസ്കാരത്തെ അങ്ങ് പ്രോജ്വലിപ്പിക്കുകയാണ്. ചാരം മൂടിക്കിടന്ന അഗ്നി വീണ്ടും ജ്വലിക്കുകയാണ്. അവിടെ നിന്ന് വിവേകാനന്ദൻ മാറുകയാണ്. കുറച്ചു കാലം കുട്ടികൾ വഴിതെറ്റിപ്പോയി എന്നുണ്ടെങ്കിലും തിരിച്ചു വരാൻ ഒരു അവസരമുണ്ട്. എപ്പോഴാണെന്നറിയോ? സമ്പന്നമായ കുട്ടിക്കാലം കുട്ടികൾക്ക് കൊടുക്കുക. ഇത് കൊടുക്കാൻ ഒരു അമ്മയും അച്ഛനും ഒരു 15 വയസ്സ് ഒരു 16 വയസ്സ് വരെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇന്ന് നമുക്കുള്ളൂ. ഇനിയും ചെയ്തില്ലെങ്കിൽ ഈ ഭിക്ഷുവിന് സംഭവിച്ച ഈ പ്രശ്നം, കച്ചവടം ഒന്ന് നശിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ചില വിപരീത അനുഭവങ്ങൾ ഉണ്ടായാൽ, പണം കുറച്ചില്ലാതായാൽ, ആരെങ്കിലും നമ്മളെ പറ്റിച്ചാൽ ഉടനെ തന്നെ ആത്മഹത്യയിലേക്കും നിരാശയിലേക്കും പോകുന്നതിന് പകരം പ്രശ്നത്തിൻ്റെ മൂലകാരണത്തെ കണ്ടെത്തി സ്വയം തിരുത്തി ഉത്തമമായൊരു മാർഗത്തെ തേടുവാനുള്ളൊരു കഴിവ് ഈ ഭിക്ഷുവിന് കിട്ടിയത് ഈ കുട്ടിക്കാലമാണ്. അദ്ദേഹം നല്ല പോലെ ആലോചിച്ചു, ചിന്തിച്ചു. അങ്ങനെ അദ്ദേഹം തീവ്രമായ വൈരാഗ്യത്തോടുകൂടി ഒരു ഭിക്ഷുവായി മാറുകയാണ്. എങ്ങനെയാ ഭിക്ഷുവായി മാറിയത്? അദ്ദേഹം തൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഏകീഭവിപ്പിക്കുവാനുള്ള യോഗ സാധനകളൊക്കെ ചെയ്ത് മനസ്സിനെ ഏകീകരിക്കാൻ ഏകാഗ്രമാക്കുവാനുള്ള യോഗാഭ്യാസ മുറകളെല്ലാം ചെയ്ത് വിഷയവൈരാഗ്യത്താൽ സർവ്വ ഇന്ദ്രിയങ്ങളെയും അടക്കി അദ്ദേഹം ഒരു ഭിക്ഷുവായി മാറി. ആ മാറിയതോടുകൂടി തൻ്റെ സമൂഹത്തിലേക്ക് ഒരു ഭിക്ഷുവായി ഇറങ്ങി വേഷം കെട്ടൽ മാത്രമേ മറ്റുള്ളവൻ്റെ ദൃഷ്ടിയിൽ മാറിയിട്ടുള്ളൂ, വേഷമല്ലേ മാറിയിട്ടുള്ളൂ. മുൻപേ പിശുക്കനായി ഇദ്ദേഹം ഇതാ കച്ചവടം നശിച്ച് ധനം പോയപ്പോൾ പുതിയ വേഷം കെട്ടി നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുക എന്ന് തോന്നി ജനങ്ങൾക്ക്. എങ്ങനെയാ ഒരു മഹത്തുവിനെ കണ്ടാ തിരിച്ചറിയുക? വേഷം നോക്കിയിട്ടല്ലല്ലോ. വേഷം നോക്കുന്നവനാണ്, അപ്പിയറൻസ് നോക്കുന്നവനാണ് പലപ്പോഴും ഇളിഭ്യരായി പോകുന്നത്. ഇദ്ദേഹം വേഷം മാറി നമ്മളെ പറ്റിക്കുകയാണ് എന്നറിഞ്ഞ് പൂർവകാലത്തെ ഈ പിശുക്കനെ ഒരു പാഠം പഠിപ്പിക്കാൻ അവരൊക്കെ തീരുമാനിച്ചു. അങ്ങനെ കഠിനമായി ഇദ്ദേഹത്തെ ഉപദ്രവിച്ചു. എന്തൊരു ഉപദ്രവമായിരുന്നു! ഈ ഉപദ്രവങ്ങളൊക്കെ സഹിച്ച് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. കണ്ണിൽ കണ്ടവരൊക്കെ കൈനീട്ടി അടിച്ചു, പലരും കാർക്കിച്ചു തുപ്പി.
എവിടെ നിന്നോ കിട്ടുന്ന ഭിക്ഷ സ്വീകരിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ അതിലേക്ക് മണ്ണ് വാരിയിട്ടു. മലമൂത്ര വിസർജനം വരെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചെയ്തു. പലരും അപമാനിക്കാൻ ശ്രമിച്ചു, വഴിയിൽ തടഞ്ഞു നിർത്തി. നല്ല തണുപ്പുള്ള സമയത്ത് തണുത്ത വെള്ളം കോരി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒഴിച്ചു. എന്തൊക്കെ പീഡകളായിരുന്നു! ഈ പീഡകളൊക്കെ ഏറ്റുവാങ്ങുമ്പോൾ പൂപ്പുഞ്ചിരി തൂകി അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഈ മാനവും അപമാനവും സുഖവും ദുഃഖവുമൊക്കെ എന്നെ ബാധിക്കില്ല. ഇത്രയും കാലം എന്നെ ബാധിച്ചിരുന്ന ആ മാറാവ്യാധികൾക്കൊന്നും ഇനി എന്നെ വിഷമിപ്പിക്കാൻ സാധ്യമല്ല. ഈ ലോകത്തിൽ ഒന്നും തന്നെ ഈ എൻ്റെ ദുഃഖത്തിന് കാരണമല്ല. അതെൻ്റെ പ്രാരബ്ധമാണ്. ആ പ്രാരബ്ധം ഇരു കൈ നീട്ടി സ്വീകരിക്കുകയേ എനിക്ക് ആകെ സാധിക്കൂ. അതേ ഞാൻ ചെയ്യണ്ടു. അതുകൊണ്ട് തല്ലുന്നവരോട് ചിരിച്ച് തല്ലിക്കോളൂ, ചെളി വാരിക്കോരി എറിയുന്നവരോട് ചെയ്തുകൊള്ളൂ, നിങ്ങൾക്ക് ഇത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, ഇനിയും ഒഴിക്കൂ എന്ന് പറഞ്ഞ് പൂപ്പുഞ്ചിരി തൂകി തൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കി സ്വയം താനൊരു ഭിക്ഷുവായി മാറിയിട്ടുള്ള ഈ ഭിക്ഷു എങ്ങനെയാണ് ഈ സുഖദുഃഖങ്ങളിൽ ജീവിക്കേണ്ടത് എന്ന് പാടുകയാണ്. ആ പാട്ടിൽ 6 കാര്യങ്ങൾ പറയും. മനുഷ്യന് ഈ സുഖവും ദുഃഖവും എവിടെ നിന്ന് വരുന്നു, അതിൻ്റെയൊക്കെ മൂലം ഏതാണ്, ഏതിനെയാണ് നാം ചികിത്സിക്കേണ്ടത്, താൽക്കാലികമായി തൊലിപ്പുറത്ത് മരുന്ന് വെച്ച് കിട്ടിയാൽ അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സുഖ ദുഃഖങ്ങളൊക്കെ മാറുമോ, അതോ മൂലകാരണത്തെ കണ്ടെത്തണമോ? ഇങ്ങനെ മനുഷ്യന് ദുഃഖം വരുന്ന വഴികൾ 6 എണ്ണം. മറ്റ് ജനങ്ങൾ മൂലം, ദേവതകൾ മൂലം, ജനിച്ചു, ഗ്രഹദോഷങ്ങൾ, ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് നമ്മുടെ ദുഃഖങ്ങളെ മുഴുവൻ നമ്മൾ പലരിലേക്കും എടുത്ത് വെക്കുന്നത് പോലെ ഇദ്ദേഹം അത് ചെയ്തില്ല. അദ്ദേഹം ഈ ദുഃഖങ്ങളുടെയൊക്കെ അടിസ്ഥാന കാരണം എന്താണ്? അടിസ്ഥാന കാരണം മനസ്സാണ്. ആ മനസ്സിനെ ഞാൻ നിഗ്രഹിക്കണം. മനസ്സിനെ നിഗ്രഹിക്കണമെങ്കിൽ അതിനനുസരിച്ചൊരു ജീവിതക്രമം ഉണ്ടാക്കണം. ആ ക്രമത്തെ ഉണ്ടാക്കി പതുക്കെ പതുക്കെ മനസ്സിനെ ശരിയായി അദ്ദേഹം നിയമിക്കുകയാണ്. എങ്ങനെ? നമ്മൾ കുറച്ച് സമയം ശ്രദ്ധാപൂർവം ചിന്തിക്കേണ്ട ഒരു 4-5 കാര്യങ്ങൾ ഭിക്ഷുവിൽ നിന്ന് നമ്മൾ പഠിക്കണം. ഇന്നത്തെ വർത്തമാനകാലത്തിൽ ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ ഭിക്ഷു എന്താ പറയുന്നേ? ഈ സുഖം ദുഃഖം എന്നത് ആരാ തരുന്നേ? ഏതെങ്കിലും വ്യക്തിയാണോ? ഏതെങ്കിലും വസ്തുക്കളാണോ? ഏതെങ്കിലും വിഷയങ്ങളാണോ? എനിക്ക് സുഖ ദുഃഖങ്ങൾ തരുന്നത് ഏതെങ്കിലും വസ്തുക്കളാണ് എന്ന് നാം ചിന്തിച്ചാൽ, അല്ലെങ്കിൽ അവനാണ് അവളാണ് എന്ന് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ മക്കളാണ് എന്ന് ചിന്തിച്ചാൽ, അമ്മയും അച്ഛനുമാണ് എന്ന് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ HR മാനേജറും ആ പ്രൊഡക്ഷൻ ഹെഡുമാണ് എന്നൊക്കെ ചിന്തിച്ചാൽ നമുക്ക് അബദ്ധം പറ്റും. കാരണം നമുക്ക് സുഖവും ദുഃഖവും തന്ന അതേ വസ്തുക്കളും വ്യക്തികളും സമയമൊന്ന് ചെറുതായി മാറുമ്പോൾ ഇന്നലെ വരെ സുഖം തന്നത് ഇന്ന് ദുഃഖമാകും. ഏതെങ്കിലും വസ്തുക്കളാണ് എനിക്ക് സുഖം തരുന്നത് എന്ന് വിചാരിച്ചാൽ, ഒരു വ്യക്തിയെ എനിക്കറിയാം, മധുരം എന്ന് കേട്ടാൽ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് മധുരമുള്ള എന്ത് കിട്ടിയാലും നല്ല പോലെ കഴിക്കും അദ്ദേഹം. പാൽപ്പായസം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മാറില്ല. ആ പാൽപ്പായസം എത്രയാ കുടിക്കുക? എത്ര കുടിച്ചാലും മതിയാവില്ല. അത്ര സന്തോഷത്തോടു കൂടി അദ്ദേഹം അങ്ങനെ മധുരം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഷുഗർ വന്നു. ഷുഗർ വന്നപ്പോൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, ദേ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു, ശരീരമൊക്കെ ക്ഷീണിച്ചത് കണ്ടോ, നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഇതൊന്നും മനസ്സിലാക്കിയില്ലേ, ഇനിയും കഴിച്ചാൽ നിങ്ങളുടെ എല്ല് പൊടിഞ്ഞു പൊടിഞ്ഞ് നിങ്ങൾ ഇല്ലാതാകും എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് കേട്ടതോടുകൂടി ഇന്നലെ വരെ അദ്ദേഹത്തിന് സന്തോഷം കൊടുത്തിരുന്ന പഞ്ചസാര ഇപ്പോൾ കണ്ടാലത്തെ സ്ഥിതി എന്താ? സന്തോഷം ഉണ്ടോ? അപ്പോൾ ഇത്രയും കാലം സന്തോഷം കൊടുത്തത് എന്തായിരുന്നു? പഞ്ചസാര ആയിരുന്നോ? പഞ്ചസാര ആയിരുന്നുവെങ്കിൽ ഇപ്പോഴും അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കേണ്ടത് പഞ്ചസാരയായിരിക്കണം. ഇപ്പൊ പഞ്ചസാര കണ്ട് ഒരു സന്തോഷമില്ലെന്ന് മാത്രമല്ല, ദുഃഖവുമുണ്ട്. പഞ്ചസാരയാണോ, മാറ്റിക്കളയൂ എന്ന് ആക്രോശിക്കാൻ തുടങ്ങി. പഞ്ചസാരയാണ്, അവനാണ്, അവളാണ് എനിക്ക് സുഖം തന്നത് എങ്കിൽ ഇപ്പോഴും സുഖം ഉണ്ടാവണ്ടേ? ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തു എനിക്ക് സന്തോഷം തരുമെന്ന് ഞാൻ വിചാരിച്ചാൽ ആ വസ്തു കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ദുഃഖം തരും. അപ്പോൾ പാൽപ്പായസം കണ്ടപ്പോൾ എന്നിൽ സന്തോഷമുണ്ടായല്ലോ, അത് സത്യമല്ലേ? സത്യമാണ്. പക്ഷേ സന്തോഷമുണ്ടായത് എവിടെയാണ്? പാൽപ്പായസം കണ്ട മാത്രയിൽ എൻ്റെ മനസ്സ് അതിൽ തട്ടി പ്രതിഫലിച്ചപ്പോൾ എനിക്ക് സന്തോഷമുണ്ടായി.
പഞ്ചസാരയിലോ പാൽപ്പായസത്തിലോ സന്തോഷമില്ല. സന്തോഷമുണ്ടായത് എവിടെയാണ്? എൻ്റെ മനസ്സിലാണ്. മനസ്സിൽ സന്തോഷമുണ്ടായപ്പോൾ ഷുഗർ ഇല്ലാത്തവർക്ക് പാൽപ്പായസം കണ്ടാൽ സന്തോഷം, ഷുഗർ ഉള്ളവർക്കോ വലിയ സന്തോഷമില്ല. അപ്പോൾ പാൽപ്പായസത്തിൽ സന്തോഷമുണ്ടായിരുന്നുവെങ്കിൽ എല്ലാവർക്കും ആ സന്തോഷം ഉണ്ടാകണമായിരുന്നു, ഒരേപോലെ അനുഭവിക്കാൻ പറ്റണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം മനസ്സിലായിരുന്നു എല്ലാ സന്തോഷവും. ഒരു വിഷയത്തെ കാണുമ്പോൾ മനസ്സ് അതിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ സന്തോഷം അല്ലെങ്കിൽ ദുഃഖം. ഇതിൻ്റെ അടിസ്ഥാനം എന്താ? മനസ്സാണ്. അതുകൊണ്ട് ഈ സുഖം ദുഃഖം എന്നതിനെ സമമായി എടുക്കാൻ പഠിക്കുക എന്നതാണ് ഭിക്ഷു പറയുന്നത്. അതെങ്ങനെയാ സമമായിട്ട് എടുക്കുക? ഒരു സന്തോഷം വന്നാൽ എല്ലാവർക്കും ഒരുപോലെയല്ലേ? സന്യാസിക്കായാലും ഗൃഹസ്ഥനായാലും വാനപ്രസ്ഥിക്കായാലും സന്തോഷമല്ലേ. ഏതെങ്കിലും സന്തോഷത്തെ ദുഃഖമായി എടുക്കാൻ പറ്റുമോ? ഇനി ഒരു ദുഃഖമുണ്ടായി, കാലിൽ മുള്ളു കയറി, സന്യാസിക്ക് എന്തേ വേദന ഉണ്ടാവില്ലേ? വേദന ഉണ്ടാവും. അപ്പൊ ദുഃഖമല്ലേ? അതെ. അപ്പോൾ എന്താണ് ഈ സുഖ ദുഃഖങ്ങളെ സമമായി എടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? സുഖത്തെ സുഖമായി തന്നെയല്ലേ എടുക്കാൻ പറ്റൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് മനസ്സിലാക്കണം? അപ്പോൾ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരും, സുഖ സാഹചര്യങ്ങളെയും ദുഃഖ സാഹചര്യങ്ങളെയും ഒരുപോലെ എടുക്കണം. സുഖത്തെയല്ല ദുഃഖത്തെയല്ല. സുഖം വരുന്ന സമയത്ത് ഹ എന്ന് പറഞ്ഞു വലിയ സന്തോഷം, ദുഃഖം വരുമ്പോൾ കിടക്കണം. സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലാണ്ട് സുഖത്തെ ദുഃഖമായി എടുക്കാൻ സാധ്യമല്ല, ഒരാൾക്കും സാധിക്കില്ല. സാഹചര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഈ ദ്വന്ദ്വങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നു? സാഹചര്യമാണ് മുഖ്യം, അല്ലാതെ സുഖവും ദുഃഖവുമല്ല. ഒന്നിനെ മറ്റൊന്നായി എടുക്കാൻ സാധ്യമല്ല. ഒന്ന് അനുഭവിക്കരുത് കേട്ടോ എന്ന് പറയാനും സാധ്യമല്ല. ശരിയാണേ? ദുഃഖം വന്നു, എന്ത് ചെയ്യും? ഈശ്വരൻ നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ? സഹിക്കാനുള്ള കഴിവാണ്. എന്താ അനുഗ്രഹം? സഹിക്കാനുള്ള കഴിവാണ്. ഈ കഴിവ് തുരുമ്പ് പിടിപ്പിച്ച് കളയരുത്. ഈ കഴിവ് തുരുമ്പ് പിടിപ്പിച്ച് കളയരുത്. ഈ അനുഗ്രഹത്തെ നല്ല പോലെ ആസ്വദിക്കുക. എന്തു വന്നാലും സഹിക്കുക. എങ്ങനെ സഹിക്കണം? കരഞ്ഞ് സഹിക്കണോ? വേവലാതിയും ആവലാതിയും വിഷമങ്ങളും പറഞ്ഞ് സഹിക്കണോ? പോരാ. കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, അർജുന തിതിക്ഷസ്വ ഭാരത, തിതിക്ഷ ചെയ്യൂ. എന്താ തിതിക്ഷ? സുഖ സാഹചര്യത്തെയും ദുഃഖ സാഹചര്യത്തെയും ഒരുപോലെ കാണാൻ പഠിക്കും. സുഖത്തെ സുഖം തന്നെ, ദുഃഖം ദുഃഖം തന്നെ. സാഹചര്യങ്ങളെ എങ്ങനെ? അതിനെ തിതിക്ഷ എന്താന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കും. സഹനം സർവദുഃഖാനാം, സർവദുഃഖങ്ങളെയും സഹിക്കുക. എന്താ സർവദുഃഖങ്ങളെയും സഹിക്കുക എന്ന് പറഞ്ഞാൽ? അല്ലാതെ ഇപ്പൊ ദുഃഖം വന്നാൽ എന്താ ചെയ്യുക? നമ്മൾ സഹിക്കുകയല്ലാതെ വേറെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഒരാൾ പറഞ്ഞു, ദുഃഖം സഹിക്കാൻ വല്ല മെഡിറ്റേഷൻ ഉണ്ടോ? ഇനി ആ മെഡിറ്റേഷൻ ആയിരിക്കും അടുത്ത ദുഃഖം. ദുഃഖം മാറാൻ വേറെ മെഡിറ്റേഷൻ ഒന്നുമില്ല. ദുഃഖത്തെ സഹിക്കുക, നല്ല പോലെ സഹിക്കുക. രമണ മഹർഷിക്ക് ക്യാൻസർ വന്ന് ശസ്ത്രക്രിയ ചെയ്തു. ശസ്ത്രക്രിയ ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ഭാവമറ്റുമില്ല, പുഞ്ചിരി തൂകി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഭക്തശിരോമണികളൊക്കെ പറഞ്ഞു, കണ്ടോ ഭഗവാന്റെ ആ ഒരു സിദ്ധി കണ്ടോ, കരഞ്ഞില്ല, നമ്മളൊക്കെ ആണെങ്കിലോ അത്രത്തോളം ഉയർന്നു എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് സംശയമുള്ള ഒരാൾ രമണ മഹർഷിയുടെ അടുത്ത് എന്ന് ചോദിച്ചു, ഭഗവാനെ അങ്ങേക്ക് ശസ്ത്രക്രിയ ചെയ്തപ്പോൾ വേദനിച്ചോ? ഭഗവാൻ ചിരിച്ചിട്ട് പറഞ്ഞു, 1000 തേളുകൾ കുത്തിയാൽ എത്ര വേദനയുണ്ടാകുമോ അത്രയും വേദനയുണ്ടായിരുന്നു. അങ്ങേക്ക് വേദനിച്ചോ? ഉണ്ടായിരുന്നോന്നോ? പറയാൻ പറ്റില്ല ആ വേദന. പിന്നെ എന്തേ അങ്ങ് കരഞ്ഞില്ല? എന്തേ അങ്ങയുടെ മുഖത്ത് മാറ്റം വന്നില്ല? അപ്പൊ രമണ മഹർഷി ചിരിച്ചിട്ട് പറഞ്ഞു, ഞാനേ സഹിച്ചു. എന്ത് ചെയ്തു? സഹിച്ചു. ഇത്രയേ ഉള്ളൂ. ഇതിന് വേറെ വഴിയൊന്നുമില്ല. ഇതിന് ഷോർട്ട് കട്ട് മെത്തേഡ് ഇല്ല. ദുഃഖങ്ങളെ സഹിക്കാനുള്ള ഒരു കഴിവ് ഈശ്വരൻ നമുക്ക് തന്നതിനെ നല്ല പോലെ വിനിയോഗിക്കുക. അത് തുരുമ്പ് പിടിപ്പിച്ച് കളയരുത്. സർവ്വ ദുഃഖങ്ങളെയും സഹിക്കുക. ത്യാഗരാജൻ തൻ്റെ കീർത്തനത്തിൽ ശ്രീരാമചന്ദ്രനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ ഞാൻ അങ്ങേക്ക് എന്തൊക്കെയാ തരണത് ഒക്കെ അങ്ങ് സ്വീകരിക്കുന്നുണ്ട്. അങ്ങേക്ക് പൂക്കൾ അർച്ചിക്കുമ്പോൾ അങ്ങ് അത് സ്വീകരിക്കുന്നു.
നിവേദ്യം, ഞാൻ എന്തൊക്കെ ദ്രവ്യങ്ങൾ അങ്ങേക്ക് തരുന്നു അതൊക്കെ അങ്ങ് സ്വീകരിക്കുന്നു. ഭഗവാനെ, എൻ്റെ വിഷമങ്ങളൊക്കെ അങ്ങേക്ക് തരുമ്പോൾ അങ്ങ് എന്നോട് പറയണത് മറ്റൊന്നാണല്ലോ. എന്താണ് ത്യാഗരാജനോട് ഭഗവാൻ പറഞ്ഞത്? അപ്പോൾ ഭഗവാൻ പറയാണ്, ഹേ ത്യാഗരാജ, എല്ലാം സഹിച്ചോളൂ, ബാക്കിയൊക്കെ സ്വീകരിച്ചു, ദുഃഖം മാത്രം സഹിച്ചോളൂ. എല്ലാ ഭാഗവതന്മാരും അങ്ങനെയാണ് ത്യാഗരാജ, സഹിക്കുക. സഹിക്കല്ലാതെ വല്ല വഴിയുണ്ടോ? ദുഃഖങ്ങളെല്ലാം സഹിക്കുക. പിന്നെ സഹിക്കാൻ ബുദ്ധിമുട്ട് ദുഃഖമല്ല, സത്യത്തിൽ സുഖമാണ്. സുഖം വന്നാൽ പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു പാവം പിടിച്ചൊരു ചായക്കടക്കാരൻ 1 രൂപ കൊടുത്താൽ 1 ലക്ഷം വരുന്ന ആ കാലത്ത് അദ്ദേഹത്തിന് 1 രൂപ കൊടുത്ത് അദ്ദേഹം ഒരു ലോട്ടറി വാങ്ങി. അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു. ഈ മീറ്റർ ചായ ഉണ്ടല്ലോ അല്ലേ, അങ്ങനെ പൊക്കി ഒഴിച്ച് ആ ചായക്കടക്കാരൻ തന്നെ അതിൻ്റെ പണം വാങ്ങുന്നത്, ചായക്ക് ഓർഡർ വാങ്ങുന്നത്, ചായ ഉണ്ടാക്കുന്നത് എല്ലാം എടുത്തു കൊടുക്കും അദ്ദേഹം തന്നെ. അങ്ങനെ അദ്ദേഹം ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾക്ക് ആ 1 ലക്ഷം നിങ്ങൾക്ക് അടിച്ചു കേട്ടോ, എനിക്കോ എന്ന് പറഞ്ഞാൽ ആ വാ തുറന്നതാ, പിന്നെ അടച്ചിട്ടില്ല. പിന്നെ നാട്ടുകാർ തുന്നി കെട്ടിയപ്പോഴാണ് അതൊന്ന് അടഞ്ഞത്. സുഖം നമ്മൾ സഹിക്കും. എന്ത് സഹിക്കാൻ പറ്റില്ല? സന്തോഷം സഹിക്കാൻ പറ്റില്ല. പലർക്കും ചില സ്ഥാനമാനങ്ങൾ കിട്ടണം, അപ്പം കാണാൻ അവരുടെ സ്വഭാവം എന്താന്ന്. ഇന്നലെ വരെ കണ്ട ആളെ ഇനി കാണില്ല. കുറച്ച് പേരെ ശിഷ്യന്മാരായിട്ട് കിട്ടിയ പിന്നെ ഒട്ടും പറയണ്ട. കുറച്ച് ശിഷ്യന്മാരെനിക്ക് ഉണ്ട് എന്ന് പറയുന്നതിൽ അഭിമാനം. ഏതെങ്കിലുമൊക്കെ ഭരണനിർവഹണത്തിൻ്റെ ഏറ്റവും ഉയരത്തിലെത്തിയാൽ ഇന്നലെ വരെ കൈപിടിച്ച് നടന്ന ആളെ കണ്ടാൽ ചോദിക്കും, അല്ല പേരെന്തായിരുന്നു എന്നാ പറഞ്ഞേ എന്നൊക്കെ ചോദിക്കും. ഇത്തിരി സ്ഥാനം, ഇത്തിരി മാനം, കുറച്ചൊക്കെ സുഖം കിട്ടിയാൽ പിന്നെ നമുക്ക് കണ്ടറിയില്ല. പണ്ടൊരു കൂട്ടുകാരന് ലോട്ടറി കിട്ടിയത് അടുത്ത കൂട്ടുകാരൻ അറിഞ്ഞു. അദ്ദേഹത്തിന് വലിയ ടെൻഷനായി. ഇദ്ദേഹത്തിന് 1 കോടി കിട്ടിയതിലല്ല വിഷമം, മറിച്ച് ഈ 1 കോടി കിട്ടിയെന്ന് പറഞ്ഞാൽ ദുർബല ഹൃദയനായ അദ്ദേഹം അറ്റാക്ക് വന്ന് ചത്തുപോകും എന്നുള്ളൊരു പേടി. ഇദ്ദേഹം മരണപ്പെടരുതല്ലോ. തൻ്റെ കൂട്ടുകാരനായ ഒരു മനഃശാസ്ത്രജ്ഞനായ ഡോക്ടറെ വിളിച്ചു, ഡോക്ടറെ, ഇങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരന് 1 കോടി രൂപ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എങ്ങനെയാ, അദ്ദേഹത്തെ അറിഞ്ഞാൽ പ്രശ്നം വരും, അപ്പം എന്ത് ചെയ്യും? അപ്പോൾ പറഞ്ഞു, ഇങ്ങോട്ട് കൊണ്ടുവരൂ, ഞാൻ ശാസ്ത്രീയമായിട്ട് ശരിയാക്കി തരാം. അങ്ങനെ ഡോക്ടറുടെ അടുത്ത് ചെന്നു. ഡോക്ടർ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപയൊക്കെ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? 10 ലക്ഷമോ 20 ലക്ഷം കടമുണ്ട് ഡോക്ടറെ, 10 ലക്ഷം അപ്പം തന്നെ കടം വീട്ടും. ഓഹോ, എന്നാൽ നിങ്ങൾക്കൊരു 30 ലക്ഷം കിട്ടിയെന്നിരിക്കട്ടെ, എന്ത് ചെയ്യും? 20 ലക്ഷം എൻ്റെ കടം വീട്ടും. എന്നിട്ടോ വീട് പഴയതാ, അതൊന്ന് പുതുക്കി പണിയും. നിങ്ങൾക്കൊരു 40 ലക്ഷം കിട്ടിയാൽ വീട് പണി കഴിയും. 50 കിട്ടിയാലോ? 50 കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളുടെ പേരിൽ കുറച്ച് FD ഒക്കെ ഇടും. ശരി, ഒരു 80 ലക്ഷം കിട്ടിയാൽ, 80 കിട്ടിയാൽ അത്യാവശ്യം കുറച്ച് സ്ഥലമൊക്കെ വാങ്ങും. നിങ്ങൾക്ക് 1 കോടി രൂപ കിട്ടി എന്ത് ചെയ്യും? എനിക്കോ 1 കോടിയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഡോക്ടർക്ക് 50 ലക്ഷം തരും, എനിക്ക് 50ഓ? ആ വാ തുറന്ന ഡോക്ടർ. പിന്നെ വാ കൂടിയിട്ടില്ല. ശാസ്ത്രീയമായി ശരിയാക്കാൻ നടന്ന ഈ ഡോക്ടർക്ക് ഒരു സന്തോഷം വന്നപ്പോൾ അത് സ്വീകരിക്കാൻ പറ്റുന്നില്ല. മനുഷ്യൻ്റെ പ്രശ്നം ഇതാണ്. ദുഃഖം നമ്മൾ എങ്ങനെയെങ്കിലും സഹിക്കും, സുഖമോ സഹിക്കാൻ വലിയ കഷ്ടം. അതുകൊണ്ട് ഈ തിതിക്ഷ എന്ന് പറഞ്ഞാൽ സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം, ഒരു പ്രതികാരവുമില്ലാതെ ദുഃഖത്തെ ഞാൻ ശരിയാക്കി തരാൻ വേണ്ട, അത് കഴിയട്ടെ എന്നുള്ള പ്രതികാര ബുദ്ധിയോടെയൊക്കെ നമ്മൾ ദുഃഖങ്ങൾ സ്വീകരിക്കും. പോരാ, ഒരു പ്രതികാരവുമില്ലാതെ, അതും പോരാ, ഏകാന്ത വിലാപരഹിതം, ഒറ്റയ്ക്കിരുന്ന് കരയുക, മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിക്കുക. എന്തൊരു സിദ്ധനാ, എന്ത് വന്നാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു റൂമിലൊരു ക്യാമറ വെച്ചപ്പോഴാണ് മനസ്സിലായത്, ഉള്ളിൽ കയറി നെഞ്ചത്തടിച്ചിരുന്ന് കരയുക, വിലാപം പറയുക, എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, മറ്റുള്ളവരുടെ മുന്നിൽ അത് കാണിച്ചാൽ അവർ എന്നെ കളിയാക്കിയാലോ എന്നൊക്കെ വിചാരിച്ച്. ഇങ്ങനെയൊക്കെ അല്ല, ദുഃഖത്തെ സ്വീകരിക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഈ സുഖ ദുഃഖങ്ങളുണ്ടല്ലോ, അതിന് ആരുമല്ല അതിൻ്റെ കാരണം. ജനങ്ങളാണ്, ഏതെങ്കിലും ജ്യോതിഷിയാണ്, ഗ്രഹനക്ഷത്രങ്ങളാണ്, ഇപ്പോൾ ഗ്രഹപ്പിഴ വന്നിട്ടുണ്ട്, ഇതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം എന്നൊന്നും ചിന്തിക്കരുത്. ദൈവമല്ല, നക്ഷത്രങ്ങളല്ല, മറ്റൊന്നുമല്ല, എല്ലാം ഞാൻ കൽപ്പിച്ചുണ്ടാക്കിയതാണ്. പണ്ടൊരു വ്യക്തി, അദ്ദേഹത്തിന് സിനിമ കാണാൻ ഭാര്യയോടൊപ്പം വിവാഹം കഴിഞ്ഞ് അന്നോട്ട് പോണതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇൻ്റർവെൽ ആകുമ്പോഴേക്കും പെട്ടെന്ന് തലവേദന വരും, ഛർദ്ദിക്കാൻ, വൊമിറ്റ് ചെയ്യാൻ വരും, അദ്ദേഹത്തിന് ആകെ അസ്വസ്ഥത. എന്നും ഇൻ്റർവെൽ ആകുമ്പോഴേക്കും ഈ ഭാര്യയെ കൂട്ടി ഇദ്ദേഹം ഇറങ്ങും. ഭാര്യയ്ക്ക് ഇതുവരെ ഒരു സിനിമ മുഴുവൻ കാണാൻ പറ്റിയിട്ടില്ല. ഭാര്യയ്ക്കും ആകെ പ്രശ്നമായി.
ഭാര്യ ഒരു ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഇങ്ങനെയൊക്കെയാണ്. ഡോക്ടർ പറഞ്ഞു നമ്മൾ പലപ്പോഴും ഇത് ചെയ്തതല്ലേ, എന്താ ചെയ്യുക? അപ്പോൾ പറഞ്ഞു ഞാനൊരു മരുന്ന് തരാം, ഇത് അവസാനത്തെ കൈയാണ്, അയാൾ ശരിയാവാൻ വഴിയുണ്ട്. അങ്ങനെ ഭാര്യയ്ക്ക് ഒരു മരുന്ന് പറഞ്ഞു കൊടുത്തു. ഭാര്യയും ഭർത്താവും കൂടി അങ്ങനെ അന്ന് സിനിമയ്ക്ക് പോയി. സിനിമ പകുതി എത്തുമ്പോഴേക്കും ഇദ്ദേഹത്തിന് തലവേദന തുടങ്ങി. ഭാര്യയോട് പറഞ്ഞു നമുക്ക് വേഗം ഇറങ്ങാം, എനിക്ക് വലിയ തലവേദന, ഇനിയിപ്പം ഞാൻ ഛർദ്ദിക്കും. ഭാര്യ പറഞ്ഞു പേടിക്കണ്ട, എൻ്റെ കയ്യിൽ മരുന്നുണ്ട്. ഭാര്യ നേരെ ബാഗ് തുറന്ന് അതിൽ നിന്ന് ഒരു ഗുളിക എടുത്തിട്ട് പറഞ്ഞു നാവിൻ്റെ അടിയിൽ വെച്ചാൽ മതി, ശരിയായിക്കൊള്ളും, ഡോക്ടർ അതാ പറഞ്ഞിട്ടുള്ളത്. ആണോ? അദ്ദേഹം അത് വെച്ചു. അത്ഭുതം, 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എല്ലാം സ്വസ്ഥമായി. അന്ന് ആദ്യമായി അവരാ സിനിമ മുഴുവൻ കണ്ടു. കഴിഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു അല്ല ഈ ഗുളിക അലിഞ്ഞിട്ടില്ല. അല്ല അത് അലിയില്ല, അതിങ്ങോട്ട് തന്നോളൂ. അപ്പോൾ അദ്ദേഹം എടുത്ത് നോക്കി കൊടുത്തു. ഇതെന്താ അത്? നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് നിങ്ങളുടെ ഷർട്ടിൻ്റെ ഒരു ബട്ടൺസ് പൊട്ടിയിരുന്നില്ലേ? ഉണ്ട്, അതായിരുന്നു അത്. ഇദ്ദേഹത്തിന് തലവേദന ഉണ്ടാക്കിയത് ആരായിരുന്നു? മനസ്സായിരുന്നു. മനസ്സിൽ നമ്മൾ ഓരോന്ന് കൽപ്പിച്ച് ഉണ്ടാക്കി വെക്കുന്നു. ആ കൽപ്പനയ്ക്കനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുകയാണ്. നോക്കൂ, മനസ്സിൻ്റെ കൽപ്പനകൾ എങ്ങനെ ഉണ്ടായി? ഞാൻ കണ്ട സിനിമ, എൻ്റെ അനുഭവങ്ങൾ, ഞാൻ വായിച്ച നോവൽ, ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ഓരോന്ന് കൽപ്പിച്ച് ഉണ്ടാക്കി. നോക്കൂ, ഞാനൊരു നല്ല രൂപം കണ്ടു, നല്ല രൂപം, നല്ലൊരു സുന്ദരിയായ ഒരാളെ ഞാൻ കണ്ടു, അല്ലെങ്കിൽ നല്ലൊരു സുന്ദരനെ കണ്ടു, ഞാൻ നല്ലൊരു പാട്ട് കേട്ടു. ശരി, ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഞാൻ നല്ല ഒരു സുന്ദരിയെയും സുന്ദരനെയും എന്തുകൊണ്ടാണ് കണ്ടേ? കണ്ണുകൊണ്ടാണ് കണ്ടത് എന്നാണ് ഉത്തരമെങ്കിൽ തെറ്റി. കണ്ണുകൊണ്ടൊരിക്കലും നല്ല രൂപത്തെ കാണാൻ പറ്റില്ല. ചെവി കൊണ്ടൊരിക്കലും നല്ല പാട്ട് കേൾക്കാൻ പറ്റില്ല. കണ്ണുകൊണ്ട് കാണാനേ പറ്റൂ, ചെവി കൊണ്ട് കേൾക്കാനേ പറ്റൂ. ഈ നല്ലത് എന്ന വൃത്തി ആരുണ്ടാക്കിയതാ? മനസ്സുണ്ടാക്കിയതാ. അല്ലാതെ ഞാൻ നല്ലത് കണ്ടു, നല്ലത് കേട്ടു, അയാൾ എന്നെ മോശമായിട്ട് തൊട്ടു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതാരാ ഈ വൃത്തിയെ കൽപ്പിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്നത്? കൽപ്പിച്ചുണ്ടാക്കി വെച്ചത് മനസ്സാണ്. മനസ്സെന്താ? പൂർവ്വ സംസ്കാര രൂപമാണ് മനസ്സ്. സംസ്കാരമാണ് മനസ്സെന്ന് പറയണത്. എന്താണോ നമ്മുടെ സംസ്കാരമായി മനസ്സിലുണ്ടായിരുന്നത് ആ ഒന്ന് സഞ്ചയിച്ചുണ്ടാക്കി വെച്ച അതിലൂടെ നാം ഓരോന്നിനെയും തിരിച്ചറിയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ കാൽപ്പനിക സങ്കല്പങ്ങൾ കുറേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം ഇതൊക്കെ തുച്ഛമാണ് എന്നൊരു അറിവ് എനിക്ക് വന്നാൽ പിന്നെ ഇതിലൊന്നും എനിക്ക് ദുഃഖമോ സുഖമോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വിഷയങ്ങളല്ല, വസ്തുക്കളല്ല, ജനങ്ങളല്ല. ഇനി ജ്യോതിഷികളാണോ? ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി ജനിച്ച കാലം മുതൽ ആ വീട്ടുകാരൊരു പ്രത്യേക ജ്യോതിഷിയുണ്ട്. അവരുടെ കുടുംബ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ പോലെ കുടുംബ ജ്യോതിഷിയുണ്ട്. അദ്ദേഹം പറയുന്നത് പോലെയായിരുന്നു സത്യത്തിൽ ആ പെൺകുട്ടിയുടെ ജീവിതം മുഴുവൻ. 10ാം ക്ലാസ്സിൽ ഇത്ര മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞു, ഏതാണ്ട് അതിനടുത്ത് കിട്ടി. ഇത്രാം വയസ്സിൽ വിവാഹം കഴിയുമെന്ന് പറഞ്ഞു, അത്ഭുതം, അങ്ങനെ കഴിഞ്ഞു. ഇത്ര മക്കളുണ്ടാവുമെന്ന് പറഞ്ഞു, അതൊക്കെ ശരിയായി. ഒരു ദിവസം എന്തോ അവർ തൻ്റെ ജാതകം കൊണ്ട് വീണ്ടും ഈ ജ്യോതിഷിയെ കാണാൻ പോയപ്പോൾ ജ്യോതിഷി പറഞ്ഞു കുറച്ചൊരു ഗ്രഹദോഷമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ നിങ്ങളുടെ രീതി വെച്ച് നിങ്ങൾക്ക് ഒരു തെറ്റായൊരു ബന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നല്ലൊരു പെൺകുട്ടി. ജ്യോതിഷി അത് പറഞ്ഞതോടുകൂടി ഇവരാകെ തകർന്നു പോയി. നല്ല ഭർത്താവ്, നല്ല കുടുംബം, തെറ്റായൊരു ബന്ധം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇവരുടെ മനസ്സാകെ വിഷമിച്ചു. ഒരു ദിവസത്തെ വിഷമം കഴിഞ്ഞ് പിന്നത്തെ ദിവസം അവർ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ അവരുടെ നോട്ടം ഓരോരുത്തരെ കണ്ടാലും നീ ഇദ്ദേഹമായിട്ടാണോ, ഇയാളാണോ, സംശയമായി. ജോലി ചെയ്യുന്ന ഓഫീസിൽ ചെന്നപ്പോൾ ഓരോ പുരുഷന്മാരെയും പിന്നെ നോക്കാൻ തുടങ്ങി. ഇയാളായിരിക്കുമോ, അയാളായിരിക്കുമോ? മൊത്തത്തിൽ അവരുടെ കണ്ണ് മാറി, ബോഡി ലാംഗ്വേജ് മാറി. ഏതൊരു പുരുഷനും അവരെ നോക്കുന്നത് കണ്ടാൽ അവരുടെ വിചാരം ഇയാളാണോ എന്നതാണ്. സത്യത്തിൽ ഈ പെൺകുട്ടി ഒരു അപകടത്തിലും പെട്ടു. ഈ കുട്ടിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണമാരാ? ജ്യോതിഷിയാണോ? അല്ല. ആരാ? ഈ പെൺകുട്ടിയാണ്. എങ്ങനെ കൽപ്പിച്ചു? താൻ കേട്ട ഈ കൽപ്പനകളെ അവർ സുന്ദരമായി മനസ്സിലങ്ങ് വെച്ചു. എല്ലാ സുഖദുഃഖങ്ങളും മാനാപമാനങ്ങളും നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഈ മായാരചന കൊണ്ട് സൃഷ്ടിച്ചെടുക്കുകയാണ്. ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മനസ്സ് എന്തിനെ കൽപ്പിക്കുന്നുവോ അത് നമുക്ക് സുഖം. അപ്പൊ സുഖം എന്ന് പറഞ്ഞാൽ എന്താ? അനുകൂല വേതന എന്താണോ അത് സുഖം, അത് പ്രതികൂലമായാൽ ദുഃഖം. എനിക്ക് അനുകൂലമായി ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും സുഖമാണ്.
പ്രതികൂലമായാൽ ദുഃഖമാണ്. ഒരിക്കൽ ഒരു വ്യക്തിയുടെ കണ്ണിനൊരു കാഴ്ച കുറഞ്ഞു. അദ്ദേഹം ഒരു ഡോക്ടറെ കാണാൻ ചെന്നു. ഡോക്ടർ അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, നോക്കൂ, 20% കാഴ്ചയില്ല കേട്ടോ, നിങ്ങൾക്ക് 80% കാഴ്ചയുണ്ട്. നിങ്ങൾ ഈ തുള്ളി മരുന്ന് ഒഴിക്കൂ, ആ 20% അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ, ഈ 80 നിങ്ങൾക്ക് അങ്ങനെ ശരിയാക്കി നിർത്താം. ഇദ്ദേഹം അത് കേട്ടപ്പോൾ തൊട്ട് അദ്ദേഹത്തിന് വിഷമം. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു സ്വാമിജി ഉണ്ട്. ആ സ്വാമിജിയുടെ അടുത്ത് ചെന്ന് സ്വാമിജിയുടെ അടുത്ത് കരഞ്ഞുകൊണ്ട് വന്നിട്ട്, സ്വാമിജി, എൻ്റെ കണ്ണിൻ്റെ 20% കാഴ്ച പോയി സ്വാമിജി, സഹിക്കാൻ പറ്റണില്ല. സ്വാമിജി പറഞ്ഞു, 80 ഉണ്ടല്ലോ, ഉണ്ട്, അത് സംരക്ഷിക്കൂ. സ്വാമിജിക്ക് തമാശയെന്ന് പറഞ്ഞ് അദ്ദേഹം പോയി തൻ്റെ കൂട്ടുകാരോട് ഇത് പറഞ്ഞപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, കണ്ണിൻ്റെ കണ്ണെന്ന് പറയുന്നത് കേരളത്തിലല്ല, തമിഴ്നാട്ടിലാണ്, മധുരയിൽ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ മധുരയിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ കോഴിക്കോടുള്ള ഡോക്ടർ എഴുതിയതെല്ലാം മാറ്റി. അവിടെ നിന്ന് പുതിയ മരുന്ന് കിട്ടി. ഈ മരുന്ന് ഒഴിച്ച് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു ദിവസം ഈ ആശ്രമത്തിലേക്ക് സ്വാമിയെ കാണാൻ വരുമ്പോൾ ഒരാൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇദ്ദേഹം കരഞ്ഞ് സ്വാമിജിയുടെ അടുത്ത്, സ്വാമി എന്ന് പറഞ്ഞ് കരഞ്ഞ്, സ്വാമിജി 80% കാഴ്ചയും പോയി, ഇപ്പം 20% ഉള്ളൂ. എന്തൊരു കരച്ചില. സ്വാമിജി പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ അറിവില്ല, നിങ്ങളൊരു കാര്യം ചെയ്യൂ, സാധിച്ചാൽ അവിടെ നിന്ന് കണ്ണിൻ്റെ അവിടെ നിന്ന് കിട്ടിയ അതില്ലേ, ആ കണ്ണായിരുന്ന സ്ഥലത്തുനിന്ന് കിട്ടിയ മരുന്നുകൾ നിർത്തൂ, ആ പഴയ ഡോക്ടർ തന്ന ആ തുള്ളി മരുന്നില്ലേ, അത് നിങ്ങൾ ഒന്നൊഴിക്കൂ എന്ന് പറഞ്ഞു. ഇദ്ദേഹം അങ്ങനെ പോയി. 2 മാസം കഴിഞ്ഞപ്പോൾ ചിരിച്ച് കളിച്ച് ഓടി വന്ന്, സ്വാമി, ഇപ്പോൾ ശരിയായിട്ടോ, എനിക്ക് 80% കാഴ്ചയും തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞു. നേരത്തെ 20% കാഴ്ച പോയപ്പോൾ ഇയാൾ വല്ലാത്ത ദുഃഖിതനായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന് 20% കാഴ്ച കുറവാണ്, പക്ഷെ ഇപ്പോൾ അദ്ദേഹം സന്തോഷവാനാണ്. എങ്ങനെയാണത്? ഇടക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കാഴ്ച 80% നഷ്ടപ്പെട്ടു. 80% നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അന്ന് ദുഃഖമായിരുന്നു, പക്ഷെ അത് വീണ്ടും തിരിച്ചു കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് സുഖമായി. അപ്പോൾ 20%-ത്തിലാണോ സുഖവും ദുഃഖവും ഇരിക്കുന്നത്? അല്ല. മനസ്സ് കൽപ്പിച്ചു, ഈ 20% ആദ്യം ഉണ്ടായപ്പോൾ ദുഃഖം, ഇപ്പൊ മനസ്സ് എന്ത് കൽപ്പിച്ചു? ഇപ്പൊ സുഖം. കാരണം എനിക്ക് 80% കാഴ്ച പോയത് ഇപ്പോൾ കിട്ടി. നോക്കൂ, ഭഗവാൻ പറയുകയാണ്, ഇതാണ് മനസ്സിൻ്റെ മായാരചന. ഈ മനസ്സിനെ വേണ്ട വിധത്തിൽ ആരാണോ ഈ ഭിക്ഷു പാടിയിട്ടുള്ള ഈ ഗീതം ശരിയായി കേൾക്കുന്നത്, ആ ഭിക്ഷുവിൻ്റെ ഗീതത്തെ മനോനിഗ്രഹത്തിന് വേണ്ടി ആരൊക്കെ കേൾക്കുന്നുവോ, ആ കേൾക്കുന്നവർക്ക് ഈ ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്ന ഭഗവാൻ ഭിക്ഷുഗീതയ്ക്ക് കൊടുത്ത മനോഹരമായ ഒരു പേരാണ്, ഭഗവാനിട്ട പേര് ബ്രഹ്മനിഷ്ഠയാണ്. ഈ ഭിക്ഷുവിൻ്റെ വാക്കുകൾ നല്ല പോലെ ശ്രദ്ധിച്ച് അതിനെ മനസ്സിൽ ഉറപ്പിച്ച് അത് അറിയാൻ നല്ല പോലെ പരിശ്രമിച്ചാൽ സുഖ ദുഃഖാദി ദ്വന്ദ്ങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഭിക്ഷുഗീതയിലൂടെ. മനസ്സ് ഏതൊന്നിനെ ചുറ്റിപ്പറ്റി നടന്നോ, മനസ്സ് എന്ത് കൽപ്പിക്കുന്നുവോ അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതാനുഭവങ്ങൾ. ഈ അനുഭവങ്ങളാണ് ഭിക്ഷു നമ്മളെ പഠിപ്പിക്കണത്. ഒരു കഥ കേട്ടതുകൊണ്ടോ ഒരു ചരിതം കേട്ടതുകൊണ്ടോ നമുക്ക് ഗുണം ഉണ്ടാവില്ല. ഗുണം ഉണ്ടാവണമെങ്കിൽ ആ കേട്ടതിനെ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് നമുക്ക് കേൾക്കാനും അത് ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ വരുമ്പോൾ ഓർമ്മ വരാനും നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി ഇതിനെ ചേർത്ത് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാനും കൂടി സാധിക്കുമ്പോഴാണ് ഈ ഭിക്ഷുഗീത എന്ന് പറയുന്ന സുഖദുഃഖങ്ങൾ മനസ്സിൻ്റെ ഈ മായാജാലം എന്നുള്ള ഒരു വിഷയത്തെ നമുക്ക് സ്വീകരിക്കാനും സാധിക്കൂ. അതിന് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു വിഷയത്തെ ചേർത്ത് വയ്ക്കാനും കൂടുതൽ പഠിക്കാനും സാധിക്കട്ടെ. ഒരു മനോഹരമായ ഒരു വൃന്ദാവനം, ആ വൃന്ദാവനത്തിലെ സുന്ദരമായ ഈ സമയം, ഇവിടെ വന്ന് ഇങ്ങനെ ഒരു തത്വപ്രവചനത്തിന് ഭാഗ്യം, ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഭാഗ്യം, ഇടയ്ക്കിടയ്ക്ക് ലഭിക്കുന്ന ആ ചാരിതാർത്ഥ്യവും എല്ലാം കൊണ്ടും എൻ്റെ മുന്നിലിരുന്ന സുമനസ്സുകളുടെ എല്ലാവരുടെയും മുന്നിൽ വണങ്ങി സംപൂജ്യനായ ഭൂമാനന്ദ തീർത്ഥ സ്വാമിജിയുടെ തൃപ്പാദങ്ങളിൽ വന്ദിച്ച് ഈ വാക്കുകളെല്ലാം സാക്ഷാൽ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും എന്ന് പറയുന്ന ആ പരമഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.